ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുകയാണ്. തോറ്റാലും ജയിച്ചാലും തർക്കം, അതാ ടീം UDF ലൈൻ. പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വിസ്മയകരമായ മുറുമുറുപ്പ്. ഒരാൾ ക്യാപ്റ്റൻ, മറ്റേയാൾ മേജർ. അപ്പോൾ സംശയം, ക്യാപ്റ്റനോ മേജറോ മൂത്തത്? സതീശനെ ക്യാപ്റ്റനായി വാഴ്ത്തി കോൺഗ്രസ് സൈബർ ടീമും PR ടീമും ഓവർ ടൈം പണിയെടുക്കുന്നതിൽ ചെന്നിത്തലയ്ക്ക് നല്ല പരിഭവമുണ്ട്. അദ്ദേഹത്തെ ആരും മുൻപ് ഇങ്ങനെ വിളിച്ചില്ല. ഇപ്പോഴത്തെ ക്യാപ്റ്റൻ വിളിയിൽ ഇരട്ടത്താപ്പും ചെന്നിത്തല കാണുന്നുണ്ട്. ചെന്നിത്തല ഇത് പറഞ്ഞതും ക്യാപ്റ്റൻ സതീശൻ ചെന്നിത്തലയെ മേജർ ചെന്നിത്തലയാക്കി പ്രഖ്യാപിച്ചു. കേട്ടുനിന്നവരെയൊക്കെ ചിരിപ്പിച്ചു. നിയമസഭാ ടിക്കറ്റിന് MP മാർ വരാതിരിക്കാൻ കെ മുരളീധരൻ ചെക്ക് വെച്ചപ്പോൾ ആ മനസ്സിലിരിപ്പ് കയ്യിൽ വെച്ചാൽ മതിയെന്നായി UDF കൺവീനർ അടൂർ പ്രകാശ്. അൻവറെ എടുക്കാത്തതിൽ കെ സുധാകരന് നല്ല വിഷമമുണ്ട്. സണ്ണി ജോസഫും അടച്ച വാതിൽ തുറക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ചാനൽ ഇൻ്റർവ്യൂവിൽ VD സതീശൻ അടച്ച ആ വാതിലിൻ്റെ കുറ്റി കൂടിയിട്ടു. ടീം കോൺഗ്രസിലെ വിസ്മയകരമായ മുറുമുറുപ്പ് ഇങ്ങനെയൊക്കെയാണ്. ഇനി ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് N. ലാൽകുമാർ, N. ശ്രീകുമാർ, ജേക്കബ് ജോർജ്. ഞാൻ ഏതായാലും ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതിന് ആധാരമായ ചില കാര്യങ്ങൾ കൂടി കണ്ടുകൊണ്ട് ചർച്ചയിലേക്ക് പോകുന്നതാവും ഉചിതം. ഒരുപക്ഷെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന 3 പേർക്കും അവരുടേതായ നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുന്നതിന് അത് സഹായകരമാകും എന്ന് വിചാരിക്കുന്നു. ഇന്ന് രമേശ് ചെന്നിത്തല ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ പരിഭവം പറഞ്ഞത്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ നിരീക്ഷണം പറഞ്ഞത്. അതിലുള്ള വിമർശന സ്വരമോ ഒക്കെ അദ്ദേഹം പരസ്യമാക്കി അവതരിപ്പിച്ചത്. തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് അതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പ്രതികരിച്ചത്. 2-3 കണ്ടുവരാം. ഞാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് ഒന്ന് ജയിച്ചപ്പോൾ എന്നെ ആരും അങ്ങനെ ക്യാപ്റ്റനെ വിളിച്ചില്ലല്ലോ. എത്രയോ ഉപതെരഞ്ഞെടുപ്പ് ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ജയിച്ചല്ലോ. അന്ന് ക്യാപ്റ്റനുള്ള പദവി എനിക്ക് തന്നില്ല. അതെന്താ തരാഞ്ഞത്? അതൊക്കെയാണ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റൻ അല്ല, അദ്ദേഹം മേജറാണ്. ഇങ്ങനെ പോകുന്നു അഭിപ്രായ പ്രകടനങ്ങൾ. ലാൽകുമാർ, എന്താണ് തോന്നുന്നത്? എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? അല്ല, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാപ്റ്റന് മേളിലാണ് മേജർ എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട്. പക്ഷേ ഈ ക്യാപ്റ്റന് മേജർ എവിടുത്തെ സ്ഥലമാണെന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. ക്യാപ്റ്റൻ നേവിയിലാണെങ്കിൽ ചിലപ്പം ക്യാപ്റ്റൻ ഈ പറയുന്ന ആർമിയിലെ മേജറിനെക്കാട്ടിലും വലിയ ആളുമാണ്. അങ്ങനൊരു വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. കോൺഗ്രസിൻ്റെ സ്ഥിതി എപ്പോഴും ഇത് തന്നെയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥാനമാനം നോക്കി നിൽക്കുന്ന ഒരു വലിയ കൂട്ടം ആൾക്കാരുണ്ട്. ആ സ്ഥാനമാനത്തിന് വേണ്ടിയിട്ടുള്ള കടുംപിടിയാണ്, അല്ലെങ്കിൽ കടുംപിടുത്തമാണ് എപ്പോഴും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയ കേരളത്തിൽ എപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം നിലമ്പൂർ പോലൊരു മണ്ഡലത്തിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന കുറേ ഉപതെരഞ്ഞെടുപ്പുകൾ എടുത്താൽ അവർക്കൊരു വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ വിജയം നേടാൻ കഴിഞ്ഞിരിക്കുന്നത് കോൺഗ്രസിൻ്റെ കൂട്ടായ പ്രവർത്തനമെന്നോ അല്ലെങ്കിൽ ലീഗിൻ്റെ പ്രവർത്തനമെന്നോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ്. ലെറ്റ് ദം ഡു ഇറ്റ്. കാര്യം ലെറ്റ് ദം എൻജോയ് വാട്ട് ദേ ഗെറ്റ്, അല്ലെങ്കിൽ വാട്ട് ദേ ഗോട്ട്. അതൊന്നും നമുക്ക് പ്രശ്നമില്ല. കുഴപ്പം അതുകൊണ്ട് എല്ലാം അച്ചടക്കത്തോടു കൂടി സ്ട്രക്ചറലി ഒരു വലിയ മാറ്റത്തിന് നിൽക്കുകയാണെന്നുള്ള ഒരു നറേറ്റീവ് ഉണ്ടല്ലോ, അത് ഭയങ്കര തെറ്റായ ഒരു കാര്യമാണ്. കോൺഗ്രസിനകത്ത് കുറേ കാലങ്ങളായി പുകയുന്ന പ്രശ്നങ്ങൾ അത് ഒരിക്കലും അവസാനിക്കാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയെന്നുള്ളൂ. ഇപ്പം നോക്കൂ, ഈ എൻറ്റയർ എപ്പിസോഡിൻ്റെ അല്ലെങ്കിൽ ഈ എൻറ്റയർ എപ്പിസോഡ്സിൻ്റെ ക്രെഡിറ്റ് മൊത്തത്തിലെടുക്കാൻ VD സതീശൻ നോക്കുന്നു. കാര്യം ഇപ്പം ക്യാപ്റ്റൻ ഒരാളെ വിളിക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്തുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അതിനകത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത്? ആ പ്രയോഗം എനിക്ക് എന്തുകൊണ്ട് ആ പട്ടം തന്നില്ല എന്നൊരു ചോദ്യം വളരെ പ്രസക്തമായി അവിടെ വരുന്നുണ്ടല്ലോ. രമേശ് ചെന്നിത്തലയ്ക്ക് പോലും തോന്നി VD സതീശന് കേരളത്തിലെ മാധ്യമങ്ങൾ അത് കൊടുക്കുകയും എന്തുകൊണ്ട് ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. കാര്യം മാധ്യമങ്ങളുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന VD സതീശൻ വലിയ കുറേ നാളുകളായി VD സതീശന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന മാധ്യമപ്രവർത്തകരെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു സെലിബ്രേറ്ററി മൂഡിലേക്ക് അവർ വന്നപ്പം അത് അങ്ങ് ആഘോഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അത് വലിയ രീതിയിൽ VD സതീശൻ്റെ ക്രെഡിറ്റായി എടുക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ VD സതീശൻ്റെ ക്രെഡിറ്റ് ആണോ, കോൺഗ്രസിൻ്റെ പ്രവർത്തനമാണോ എന്നൊക്കെ ഉള്ളത് കോൺഗ്രസ് വിലയിരുത്തിയാൽ മതി. നമുക്കതിനകത്ത് വലിയ റോളൊന്നുമില്ല. VD സതീശൻ മൊത്തത്തിലെടുക്കുവോ അല്ലെങ്കിൽ കുറച്ചായിട്ട് എടുക്കുവോ എന്നുള്ളതൊന്നും വലിയ വിഷയമല്ല. നമുക്ക് ഒരു സംഘടനയെ വെളിയിൽ നിന്ന് നോക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ അതൊരു കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലമായിരിക്കാം. പക്ഷേ ഈ VD സതീശനെ ടാർഗറ്റ് ചെയ്യുന്നതാ അല്ലെങ്കിൽ അങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് മുൻ പ്രതിപക്ഷ നേതാവ് ഈ പ്രതിപക്ഷ നേതാവിനോട് പറയുന്നതിന് കാരണം അദ്ദേഹത്തിന് കൃത്യമായി അറിയാം അടുത്ത വരാൻ പോകുന്ന സ്റ്റെപ്പിനകത്ത് അദ്ദേഹത്തിനെ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട്
ഈ രാഷ്ട്രീയ കേരളത്തിലൊരു മുന്നോട്ടുള്ള ഒരു യാത്രയ്ക്ക് സാധ്യതയുണ്ടെന്ന്, ആ സാധ്യതയ്ക്ക് ചെക്ക് വെക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മളിപ്പം മേജറല്ലേ വലുത് എന്ന് ചോദിക്കുന്ന ആ പറയുന്ന സതീശൻ്റെ പ്രയോഗത്തിനകത്തൊരു പരിഹാസമുണ്ട്. ആ പരിഹാസം നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല, നമ്മൾ ചെയ്ത പണിയാണ്, പിന്നെ ആ സമയത്ത് ക്രെഡിറ്റ് എടുക്കാൻ വരുന്നു അല്ലെങ്കിൽ ഈ പറയുന്ന കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വരുന്നു, നിങ്ങൾ എടുത്തോ ഹേ ഞാൻ അതിനൊക്കെ മേളിലാണ് എന്ന് കാണിക്കാൻ ഉള്ളൊരു ശ്രമമുണ്ട്. അദ്ദേഹം ആ കാര്യത്തിൽ വളരെ മിടുക്കനാണ്, വളരെ ആൾക്കാരെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് മറ്റേതെല്ലാം പറഞ്ഞു കേട്ടിട്ടില്ല, ജയിച്ചാൽ എൻ്റെ മെറിറ്റ് എന്നല്ല എല്ലാവരുടെയും മെറിറ്റ്, തോറ്റാൽ എൻ്റെ മാത്രം കുറ്റം. അത് സാധാരണഗതിയിലൊരു ഹൈ ലെവൽ ഓഫ് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു ലെവലാണെന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അത് അദ്ദേഹം ഭയങ്കരമായി പ്രൊജക്റ്റ് ചെയ്തൊരു കാര്യമാണ്. അദ്ദേഹം ആ റെസ്പോൺസിബിലിറ്റി ഈ പറയുന്ന ചേലക്കര തോറ്റപ്പം എൻ്റെ മാത്രം ഉത്തരവാദിത്തം എന്ന് പറഞ്ഞില്ലല്ലോ, അത് പറയത്തില്ല. അത് എൻ്റെ ആ ഉത്തരവാദിത്തം എന്ന് പറച്ച് അതിൻ്റെ ആ എസൻസിലേക്ക് പലപ്പോഴും വരാറില്ല. ഞാൻ പറഞ്ഞു വന്നത് ഇത് അവരുടെ ആഭ്യന്തര കാര്യം ആയിരിക്കുമ്പോൾ പോലും മൈ പോയിന്റ് ഈസ് ഓൾ ടുഗദർ ഡിഫറെൻറ്റ്. മൈ പോയിന്റ് ഈസ് ഈ പറയുന്ന കോൺഗ്രസിനകത്ത് നീറി നിൽക്കുന്ന കുറേ വിഷയങ്ങൾ ലീഗുമായി ചേർന്ന് വെച്ച്, അത് ഞാൻ അടുത്ത സ്ട്രെച്ചിൽ പറയാമെന്ന് വിചാരിക്കും, ലീഗുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു മൊത്തത്തിലൊരു ഒരു ക്യാപ്സ്യൂൾ പരുവത്തിൽ കോൺഗ്രസ് ഇരിക്കുന്നു എന്ന് നമ്മുടെ മുന്നിൽ, ജനങ്ങളുടെ മുന്നിൽ ദേ ആർ ഫിറ്റ് ഇനഫ് ടു ടേക്ക് ദ പവർ ഓഫ് ദ സ്റ്റേറ്റ് എന്നൊരു ഇംപ്രഷൻ കൊടുക്കാൻ അവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനുള്ള പക്വതയും പാകതയും ആ പാർട്ടിക്ക് ഇപ്പോഴും ആയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീകുമാർ, സാധാരണ രമേശ് ചെന്നിത്തല എത്രയൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പരസ്യമായി പറയുന്നതിലൊരു മിതത്വം കാട്ടുന്നയാളാണ് അദ്ദേഹം. മറ്റു പല കോൺഗ്രസ് നേതാക്കൾ, ഇപ്പോൾ കെ മുരളീധരനെ പോലെയൊന്നും അങ്ങനെ പറയുന്നയാളല്ല. അല്പം വി ഡി സതീശനെ ഒന്ന് പ്രകോപിപ്പിച്ചാൽ അദ്ദേഹം കുറച്ചുകൂടി പല രൂപത്തിൽ പറഞ്ഞുകളെ. അതൊക്കെ പല വിവാദങ്ങളായ അനുഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അപ്പോഴും ഇത്തരം കാര്യങ്ങളൊരു മിതത്വം പാലിക്കുന്ന രമേശ് ചെന്നിത്തല ഇന്ന് പരസ്യമായി അദ്ദേഹത്തിന് അക്കാര്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ചില റിസർവേഷൻസ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രതിഷേധമെന്നോ അല്ലെങ്കിൽ പരിഭവമെന്നോ ഏത് കാറ്റഗറിയിൽ വേണമെങ്കിലും ഉൾപ്പെടുത്താം. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഓരോ വാക്യവും എടുത്ത് പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അതിൽ ചില അഭിപ്രായങ്ങളുണ്ട്, ചില റിസർവേഷൻസ് ഉണ്ട് എന്ന് തന്നെയല്ലേ രമേശ് ചെന്നിത്തല ഇന്ന് എല്ലാവരെയും ഓർമ്മിപ്പിച്ചത്, ബോധ്യപ്പെടുത്തിയത്. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, വളരെ കുറച്ച് വാക്യങ്ങളിലാണ് അദ്ദേഹം ഒരു വലിയ പ്രശ്നം അവതരിപ്പിച്ച് വെച്ചത് എന്ന് പറഞ്ഞാൽ താങ്കൾ എന്തു പറയും? എന്നൊക്കെ ശരത്തെ, കോൺഗ്രസ്സിൽ ഇങ്ങനെ നേതാക്കൾ എന്തൊക്കെ പറഞ്ഞാലും അത് ജനങ്ങൾ എന്തായാലും ആ കോൺഗ്രസ്സിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കളോട് ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിനുള്ള പെട്ടെന്നുള്ള ഉത്തരം അത് നമുക്ക് ഏത് രീതിയിൽ വേണേൽ വ്യാഖ്യാനിക്കാം, വളച്ചൊടിക്കാം, അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ എന്നാലും ജനങ്ങൾക്ക് കോൺഗ്രസ്സിനെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ നിലമ്പൂരിൽ അവർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് ഒരു പത്രങ്ങളിൽ വന്ന വാർത്തയാണ്, അതായത് ക്യാപ്റ്റൻ സതീശൻ എന്ന് പത്രങ്ങളൊക്കെ ഇങ്ങനെ വാർത്ത കൊടുത്തു. കാരണം പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമായിരുന്ന ഒരാളെ ഇപ്രാവശ്യത്തെ പത്രങ്ങൾക്ക് അല്ലെ ഇപ്രാവശ്യത്തെ ഈ ഘട്ടത്തിൽ ഈ കാലത്തെ ചാനലുകൾക്ക് ക്യാപ്റ്റൻ എന്ന് വിളിക്കാൻ തോന്നി, അത് വിളിച്ചു. അപ്പോൾ ആ ചോദ്യം ചോദിച്ചപ്പോൾ രമേശ് പറഞ്ഞു, എൻ്റെ കാലത്ത് ഇങ്ങനെയൊന്നും വിളിച്ചില്ല, അതിൻ്റെ കാരണം പത്രങ്ങളുടെ ഇരട്ടത്താപ്പാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ചർച്ചയാകും. കാരണം എന്താ വെച്ചാൽ സതീശനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചു, എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചില്ല എന്നൊക്കെ വ്യാഖ്യാനിക്കുകയല്ല, അത് പറയുകയും ചെയ്യാം. കാരണം രമേശ് അങ്ങനെ പറഞ്ഞതാണല്ലോ. പക്ഷേ അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഭിപ്രായം പറയാറുണ്ട്. പക്ഷേ എന്നാലും എന്തുകൊണ്ട് കോൺഗ്രസിനെ ജനങ്ങൾ ഇഷ്ടപ്പെടുത്തുന്നു എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. കാരണം നേതാക്കൾ പലതും പറയും, എന്നാലും ഇഷ്ടമാണ് കോൺഗ്രസിനെ. രമേശ് അങ്ങനെ പറഞ്ഞുവെന്നും സതീശൻ ഇങ്ങനെ പറഞ്ഞുവെന്നും ഇത് എന്തൊരു പാർട്ടിയാണെന്നൊക്കെ ലാൽകുമാറും ജേക്കബ് ജോർജും ശരത്തുമൊക്കെ ചോദിച്ചാലും എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസിനെ ജനങ്ങൾ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത്, എന്തുകൊണ്ടാണ് അവർ UDFനെ ജയിപ്പിക്കുന്നത്, അതല്ലേ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ക്യാപ്റ്റൻ എന്നുള്ള പദം ഈ കേരള രാഷ്ട്രീയത്തിൽ വന്നത് എപ്പോഴാണ്? ഇപ്പോഴല്ലേ ഈ രണ്ടാം പിണറായി ഗവൺമെൻറ് കാലത്തെ പിണറായി വിജയനല്ലേ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞത്. ഞങ്ങൾക്കൊരു ക്യാപ്റ്റനുണ്ട് സാർ എന്ന് അസംബ്ലിയിൽ ആദ്യമായിട്ട് പറഞ്ഞത് ഒരു മന്ത്രിയല്ലേ. അപ്പോൾ ആ മന്ത്രി ആടി ഉലയുന്ന കപ്പലിൽ കപ്പിത്താനുണ്ടെന്ന് വേറെ ആരെങ്കിലും ഇതുപോലത്തെ ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. അതല്ലേ പ്രശ്നം. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ജനങ്ങൾ അങ്ങനെ വല്ലാതെ ഇഷ്ടപ്പെട്ട് ജയിപ്പിക്കുമ്പോൾ ഇങ്ങനെ ഒരു മുറുമുറുപ്പുണ്ട് അല്ലെങ്കിൽ തമ്മിൽ ചില അലോഹ്യങ്ങളുണ്ട് എന്ന് പറയുന്നത് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണോ? അത് ഒരു ലീഡർഷിപ്പിനകത്തെ വ്യത്യസ്ത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭിന്നത അല്ലെങ്കിൽ മുറുമുറുപ്പ്, അലോഹ്യം എങ്ങനെയും ആവട്ടെ,
അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ജനങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് ജയിപ്പിക്കുമ്പോഴും അതൊന്നും മാറ്റിവെക്കാൻ കഴിയുന്നില്ലല്ലോ. അത് കുറെ കൂടി മൂർധന്യത്തിലെത്തുകയല്ലേ, അല്ലെങ്കിൽ അത് പൊന്തി വരികയല്ലേ? അതെ, ഞാൻ മുഴുമിപ്പിക്കട്ടെ. അപ്പം അന്ന് ക്യാപ്റ്റൻ എന്ന് പിണറായി വിജയനെ വിളിച്ചപ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറിയോട് ചോദിച്ചു, ഇങ്ങനെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ക്യാപ്റ്റൻ എന്നില്ല, ഞങ്ങൾക്ക് സെക്രട്ടറി മാത്രമേ ഉള്ളൂ, അല്ല മുഖ്യമന്ത്രിയും സെക്രട്ടറിയുമാണ് ഞങ്ങളുടെ പാർട്ടിയിലുള്ളത് എന്നൊക്കെ അന്ന് നേതാക്കൾ പറഞ്ഞു. പക്ഷേ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ടോൺ വേറെയായിരുന്നു. സതീശനെ എന്തുകൊണ്ട് ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നു വെച്ചപ്പോൾ അത് രമേശിന് ഉത്തരം പറഞ്ഞു. അത് നമുക്ക് അപ്പോൾ സതീശനോട് തിരിച്ചു ചോദിച്ചു. അപ്പോൾ സതീശൻ പറഞ്ഞു അദ്ദേഹം മേജറാണെന്ന് വെച്ചാൽ ഉയരത്തിലുള്ള ആൾ എന്നെക്കാട്ടിലും മുതിർന്ന ആൾ, ശരിയാണല്ലോ, അദ്ദേഹത്തെക്കാട്ടിലും സീനിയറും ആണ്, അതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ചർച്ചയാക്കാം രീതിയിൽ കൊണ്ടുവരാം. ശ്രീകുമാർ ലാല് പറഞ്ഞത് ഇതെല്ലാം അദ്ദേഹം നയിച്ച് അദ്ദേഹം നിലമ്പൂരിലൊരു വിജയത്തിന് അദ്ദേഹം ക്രെഡിറ്റ് അവകാശപ്പെടുന്നില്ലെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും അദ്ദേഹം പ്രതികരിക്കുന്നതിലുമൊക്കെ അതടങ്ങിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു തോന്നലാണ് ലാല് പ്രകടിപ്പിച്ചത്. അങ്ങനെ അത് മനസ്സിലുള്ളത് കൊണ്ടല്ലേ ശരി, അങ്ങനെയെങ്കിൽ ആയിക്കോളൂ എന്നൊരു ഉദാര മനോഭാവം വി ഡി സതീശൻ കാണിച്ചാലും അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പ് മറ്റൊന്നാണ് എന്ന് ഈ മേജർ പ്രയോഗത്തിലൂടെ ആളുകൾക്ക് മനസ്സിലാവുന്നു എന്നല്ലേ ലാല് പറഞ്ഞത്? നോക്കൂ ശരത്തെ, രാഷ്ട്രീയത്തിൽ ഏത് നേതാക്കളാണെങ്കിലും അവരവരുടെ രാഷ്ട്രീയമായ താല്പര്യങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ പറയും. അത് ഒരു പാർട്ടിയും അതിൽ നിന്നും വിഭിന്നമല്ല. എല്ലാ പാർട്ടികളിലും പറയും. അത് ചിലർ തിരുത്തും, ചിലർ തിരുത്തുമ്പോൾ മിണ്ടാതിരിക്കും, ചിലർ തിരുത്തുമ്പോൾ അതിനോട് പ്രതികരിക്കും, ചിലർ അതിൻ്റെ ഒരു മറുപടി പറയും, തർക്കുത്തരം പറയും, ഇതൊക്കെയുണ്ട്. അപ്പോൾ കോൺഗ്രസ്സിൽ ഇത് കൂടുതലാണ്. ഇപ്പോൾ പണ്ട് കെ സുധാകരനോട് ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെ BJP പോകുമെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് BJP പോകണമെങ്കിൽ നിങ്ങളുടെയൊക്കെ ആരുടെയെങ്കിലും അനുവാദം വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ BJPയിൽ പോകുമെന്ന് അത് മാറ്റിമറിച്ചു. അതുപോലെ ഇത്തവണ നമ്മുടെ ഗോവിന്ദൻ മാഷോട് ഒരു ലേഖകൻ, ഒരു മാതൃഭൂമി ലേഖകൻ ചോദിച്ചു ഈ RSSനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് വിവാദമല്ലേ ആകില്ലേ മാഷെ ചോദിച്ചപ്പോൾ എന്ത് വിവാദം അത് സത്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ്. നേരെ മറിച്ച് മാഷൊന്ന് ആലോചിച്ചിരുന്നെങ്കിൽ അത് എന്ത് വിവാദം, എനിക്കെന്താ, ഞാൻ സത്യമല്ലേ പറഞ്ഞെന്നൊക്കെ പറയില്ല. അപ്പോൾ ഈ നേതാക്കളോട് ചോദ്യം ചോദിക്കുന്നതും അതിന് ഉത്തരം പറയുന്നതൊന്നും നമുക്കൊരു തർക്ക വിഷയമല്ല. പക്ഷേ ഇവിടെ നമുക്ക് ചർച്ച ചെയ്യുന്നത് പറയുന്നത് എന്ത് തർക്കം കോൺഗ്രസിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ അതെ ഈ ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ വരുമ്പോഴും അതെ ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഉത്തരങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ രാഷ്ട്രീയത്തിൽ വേണമല്ലോ. ചോദ്യം ചോദിച്ചാൽ ഉത്തരം തരണം, അല്ലാണ്ട് ഒളിച്ചോടരുത്. അല്ലാണ്ട് ചോദ്യത്തെ ഭയന്ന് നമ്മൾ മാറി നിൽക്കരുത്. ചോദ്യങ്ങളെ നേരിടണം, ഉത്തരം പറയും. ആ ഉത്തരം ചിലപ്പോൾ ചിലർ വ്യാഖ്യാനങ്ങൾ വരണം. അപ്പോഴും ജനങ്ങൾ എന്തുകൊണ്ടാണ് ഈ നേതാക്കളെ രമേശിനെയും സതീശിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നത് എന്നുള്ളത് കൂടി ചർച്ച ചെയ്യും. അല്ല, എന്താ ചിരിച്ചത്? അദ്ദേഹം പറഞ്ഞപ്പോൾ താങ്കൾ ചിരിക്കുകയും കൈ ഉയർത്തുകയും ചെയ്തുകൊണ്ടാണ്. ശേഷം ഞാൻ ജേക്കബ് ജോർജിലേക്ക് വരാം. അല്ല, ഇവിടെ ഈ BJP RSSുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് രസകരമായി തോന്നിയൊരു കാര്യമാണ്. ഇഫ് ഐ വാണ്ട് ഐ വിൽ ഗോ വിത്ത് BJP എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ ഈ സൈഡിൽ കൂടെ ഗോവിന്ദൻ മാസ്റ്റർ വഴി അതിനെ അങ്ങ് റെഗുലറൈസ് ചെയ്തല്ല അപ്രോപ്രിയേറ്റ് ചെയ്തെടുത്തേക്കാവുന്നുള്ള ഒരു ശ്രീകുമാറിയുടെ ബുദ്ധിയുണ്ടല്ലോ, അതാണ് ഞാൻ ആലോചിച്ച് ചിരിച്ചത്. അത് വേണ്ട കാര്യം. നമുക്ക് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഈ ജനങ്ങളോട് വിശദീകരിക്കാൻ വ്യക്തമായി നമ്മുടെ ഈ കാര്യമുണ്ട്. കാര്യം സുധാകരനോട് ചോദ്യം ചോദിക്കുന്നത്, നിങ്ങൾ ഇവിടെ ക്ഷീണിതനായിരിക്കുന്ന കോൺഗ്രസിനകത്ത് അവിടെ സ്ഥാനമാനമില്ലാതെ ഓടി നടക്കുന്ന സുധാകരൻ്റെ അടുക്കലാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ഗോവിന്ദൻ മാസ്റ്റർ ആ പറയുന്ന അഭിലാഷ് മോഹന് കൊടുത്തതിനകത്ത് തന്നെ RSSനെ നിശിതമായി വിമർശിക്കുന്ന ഒരാളാണ്. അത് കേൾക്കുന്ന ഒരാൾക്ക് നമ്മൾ സാധാരണ ഒരു ഓപ്പൺ മൈൻഡോടുകൂടി ഇരിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഗോവിന്ദൻ മാസ്റ്റർ എന്താ അത് ഉദ്ദേശിച്ചതെന്ന്. കാര്യം എന്താ, അത് അടിയന്തരാവസ്ഥ കാലത്ത് ഈ പറയുന്ന ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ സ്വതന്ത്ര ഭാരതത്തിൽ ഏറ്റവും വലിയ ഫാസിസ്റ്റ് സർക്കാർ ഏതാന്ന് ചോദിച്ചാൽ ഈ നരേന്ദ്രമോദിയുടെ സർക്കാർ പോലും അല്ല. അത് 42ാമത്തെ അമെൻമെൻറ്റ് വരെ കൊണ്ടുവന്ന് ഈ രാജ്യത്തിൻ്റെ എല്ലാ ഭരണഘടനാ മൂല്യങ്ങളെയും നശിപ്പിച്ച ഇന്ദിരാഗാന്ധിയുടെയാണ്. ഞാൻ ഈ ഇരിക്കുന്ന പോയിന്റിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആള് നരേന്ദ്രമോദി ആയിരിക്കുമ്പോൾ തന്നെ ഇന്ദിരാഗാന്ധി 70കളിൽ ചെയ്തതിൻ്റെ 4/1 ഇപ്പോഴും നരേന്ദ്രമോദി ചെയ്തിട്ടില്ല എന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ലാത്ത ഒരാളാണ്. കാര്യം ഇന്ദിരാഗാന്ധി അത്രത്തോളം ഈ രാഷ്ട്രീയത്തെ ഈ ഭരണഘടനയെ ഇല്ലാതാക്കിയ ഒരാളാണ്. 42nd അമെൻമെൻറ്റ് എടുത്തെടുത്ത് വായിച്ചാൽ മനസ്സിലാവും അതിനകത്ത് അപകടം. അങ്ങനെ കൈകോർത്ത് നിന്ന് നിങ്ങളെ തോപ്പിക്കും. നിങ്ങളൊരു രാജവെമ്പാലയായി മാറുമ്പം ആ രാജവെമ്പാലയെ ഇല്ലാതാക്കേണ്ടത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യമായതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് സമരത്തിൽ നിന്ന് ഒരുമിച്ച് നമ്മൾ RSSന്റെ കൂടിയെന്നല്ല ഉദ്ദേശിക്കുന്നത്. അത് വ്യക്തമാണ്, അതിനകത്ത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അപ്പുറത്തെ കാര്യം
നിങ്ങൾക്ക് സ്ഥാനമാനം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ അപ്പുറത്തോട്ട് പോകുമെന്നുള്ള ചോദ്യത്തിന് അന്ന് ഞാൻ ഇഫ് ഐ വാണ്ട് ഐ വിൽ ഗോ വിത്ത് BJP. എന്താ ഇഫ് ഐ വാണ്ട്, എന്താ സുധാകരന് വേണ്ടത് എന്തൊരു ചോദ്യമില്ലേ? ഇത് ഗോവിന്ദമാഷ്ടൻ അത് വേണ്ട. ഗോവിന്ദമാഷ്ടൻ സംഘടനയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് രണ്ടിനെയും കൂടെ അപ്രോപ്രിയേറ്റ് ചെയ്തെടുക്കുന്നതിനകത്ത് ഒരു അപകടമുണ്ട്. കാര്യം ഈ അവസരം വെച്ച് ഈ ഗോവിന്ദമാഷ്ടൻ്റെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വിശദീകരിച്ചോളാം, അതിന് പ്രശ്നമില്ല. ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിക്കാനുള്ള ഒരു ആംബിയർ ഇവിടെ ഉണ്ടെന്നാണ് നമ്മൾ കരുതുന്ന. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട്. അങ്ങനെ ഇരിക്കുന്നിടത്തൂടെ സുധാകരനെ കൂടെ കൊണ്ടുവെക്കുമ്പം അതിനകത്തൊരു ചെറിയ പ്രശ്നമുള്ള പോലാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ ക്ലാരിഫൈ ചെയ്തു മാത്രം. ശരി ശരി, ഞാൻ ശ്രീ ജേക്കബ് ജോർജിലേക്ക് വരാം. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾ ചെന്നിത്തല പറഞ്ഞതും അതേ തുടർന്ന് VD സതീശൻ പറഞ്ഞതും കേട്ടിട്ടുണ്ടല്ലോ. ഇന്ന് പകലത് കേൾക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതാണ് ഞാൻ നമ്മുടെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ കേട്ടത്. അതിൽ ആ ടോണിൽ അതിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ഉള്ളതായി താങ്കൾക്ക് തോന്നിയോ? ആ ടോണിൽ നേരത്തെ ശ്രീകുമാർ പറഞ്ഞത് വെച്ചിട്ടാണ്, ആ ടോൺ എന്നത് പ്രധാനമാണോ? അതിൽ തന്നെ രമേശ് ചെന്നിത്തല മാധ്യമപ്രവർത്തകരിലേക്ക് പരിമിതപ്പെട്ട് ചുരുങ്ങി ആ ഇരട്ടത്താപ്പിനെ അവതരിപ്പിച്ചതാണോ അത് ആ നിലയിൽ മാത്രമാണോ താങ്കൾ കാണുന്നത്? അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സാധാരണ ഞാൻ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തല അങ്ങനെ ഒന്നും അധികം പറയാത്ത ആളാണ്, വളരെ ശ്രദ്ധിച്ചു പറയുന്നയാളാണ്. പക്ഷേ ഇത് കുറച്ചധികമായി പോയി. ആ അധികമായി പോകുമ്പോൾ അതിൽ നിന്ന് പലതും വായിച്ചെടുക്കാൻ, ഊഹിച്ചെടുക്കാൻ ഒക്കെ തോന്നുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ആ പറഞ്ഞതിനെ, അതേ തുടർന്ന് അതിനോട് പ്രതികരിച്ച ഒരു VD സതീശൻ്റെ ശൈലിയുണ്ടല്ലോ. ഇപ്പോൾ K സുധാകരനുമായി പലപ്പോഴും വാർത്താ സമ്മേളനങ്ങളിലും അല്ലാതെയും ഒക്കെ പരസ്യമായി തന്നെ തെറ്റുന്ന VD സതീശനെ കണ്ടിട്ടുണ്ട്. ഇന്ന് ചെന്നിത്തല ഇത് പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോഴാണ് VD സതീശൻ്റെ ഈ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ വരുന്നത്. ഇത് രണ്ടും ശ്രീ ജേക്കബ് ജോർജ്. നേരത്തെ അത് കേരളത്തിലെ കോൺഗ്രസ്സിൽ എപ്പോഴും ഗ്രൂപ്പ് വഴക്ക്, പോരാട്ടം, നേതാക്കന്മാർ തമ്മിലുള്ള സംഘർഷം, ഇതൊക്കെയുണ്ട്. അതെ, അന്നെല്ലാം ചർച്ചയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസ് ഒക്കെ ജയിച്ചു വരും. അതെ, അതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാ കാലങ്ങളിലും. എല്ലാ കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ചാ വിഷയമാണ്, കേരളത്തിലെ പൊതുസമൂഹത്തിലെ ചർച്ചാ വിഷയമാണ്. പക്ഷേ ഇതിനകത്തെ പ്രശ്നം രമേശ് ചെന്നിത്തലയും VD സതീശനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ഒരു അടിസ്ഥാന കാരണം നമുക്കറിയാം. രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്തിരുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനം VD സതീശൻ അടിച്ചുകൊണ്ട് പോയി എന്നതാണ് രമേശിൻ്റെ ഒരു മനസ്സിലിരിപ്പ്, ആക്ഷേപം. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അടുത്ത മുഖ്യമന്ത്രി ഞാൻ, അല്ലെങ്കിൽ ഗവൺമെൻറ് ഉണ്ടാക്കാൻ പോകുന്നത് ഐക്യജനാധിപത്യ മുന്നണിയാണ്, UDF ഭരണത്തിലേക്ക് വരുന്നു, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി എന്നതിങ്ങനെ ഒരു പൊതുധാരയായി, ചിന്തയായി കേരള സമൂഹത്തിൽ പടർന്നിരുന്നു. അപ്പോഴാണ് 2021 രണ്ടാമതും പിണറായി വിജയൻ ഭരണത്തുടർച്ച നേടി കേരളത്തിലെ മുഖ്യമന്ത്രി ആയത്. അതിൻ്റെ അർത്ഥം നേരത്തെ നമ്മുടെ സുഹൃത്ത് M ശ്രീകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ 99 സീറ്റിലും ഇടതുപക്ഷത്തെ ജയിപ്പിച്ച് കേരളത്തിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടുള്ള ഇഷ്ടം പ്രകടിപ്പിച്ചു. അതല്ലേ സരത്തി അതിൻ്റെ സത്യം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവട്ടെ എന്ന് രണ്ടാം തവണയും അവർ തീരുമാനിച്ചു. ലോക്സഭയിലൊക്കെ അത്രയും സീറ്റിൽ ജനങ്ങൾ ഭരണപക്ഷത്തെ കോൺഗ്രസിനെ, UDF സ്വീകരിച്ചപ്പോൾ, UDF സ്ഥാനാർത്ഥികളെ ഇഷ്ടപ്പെട്ടപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സ്നേഹിച്ചു. അതാണ് കാര്യം. അത് ഞാൻ ശ്രീകുമാർ പറഞ്ഞു തന്ന വാചകം ഞാൻ ഉപയോഗിക്കുന്നതേ ഉള്ളേ, ജനങ്ങളുടെ ഇഷ്ടം ഒരു ഭംഗിക്ക് വേണ്ടി. അവിടെ പണ്ട് ആൻ്റണിയും കരുണാകരനും തമ്മിലുള്ള മത്സരം നമുക്കറിയാം. കിടമത്സരം എന്ന് പറഞ്ഞാൽ തീവാർന്ന മത്സരം. പക്ഷേ അപ്പോഴും തിരഞ്ഞെടുപ്പിനെ അവർ ബാധിക്കാൻ കൂട്ടാക്കിയില്ല. കാരണം K കരുണാകരന് എപ്പോഴും ആവശ്യം ആൻ്റണി എന്ന ഒരു ആൾ അവിടെ ഉണ്ടാവണം, അദ്ദേഹത്തെ എതിർക്കാൻ. ആൻ്റണിക്ക് എപ്പോഴും എതിർക്കാൻ ഒരു കരുണാകരൻ ഇങ്ങേ വശത്തുണ്ടാവണം. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കട്ടോ സൗന്ദര്യപ്പണമൊക്കെ ഉണ്ടാവും. പക്ഷേ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരൊന്നിച്ച് നിൽക്കും. ഇവിടുത്തെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞാൻ കാണുന്നത് VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൃത്യമായ ചില കണക്കുകൂട്ടലുകളിലൂടെ ഒരു തിരഞ്ഞെടുപ്പ് രംഗത്ത് അദ്ദേഹം ഒരു പ്രൊഫഷണലിസം കൊണ്ടുവന്നു. ഉപതെരഞ്ഞെടുപ്പ് അത് തൃക്കാക്കര മുതൽ പുതുപ്പള്ളി മുതൽ പാലക്കാട് മുതൽ ചേലക്കര മാത്രം വിജയിച്ചില്ല. ഇങ്ങനെ ഏറ്റവും അവസാനം നമ്മൾ കണ്ടു ഷൗക്കത്തിൻ്റെ വിജയം വരെ എത്തി നിൽക്കുന്ന ഒരു പരമ്പര. അതിനകത്ത് വളരെയധികം നേതാക്കന്മാരെ നിയോഗിച്ചു. ആ നേതാക്കന്മാർക്കൊക്കെയും ചുമതല കൊടുത്തു. അതൊക്കെ നമ്മളൊക്കെ
കണ്ടതാണ്, കേരള രാഷ്ട്രീയം കണ്ടതാണ്. അപ്പോൾ അടുത്ത തവണ UDF അധികാരത്തിലേറിയാൽ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് VD സതീശനായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുക. നമുക്കത് കണക്ക് കൂട്ടാം എന്നേ ഉള്ളൂ. രമേശ് ചെന്നിത്തലയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല, അത് കാണാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ. ആ സിമ്പിൾ ആസ് ദാറ്റ്. അത്രമാത്രമാണ്, അതുമാത്രമാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം. VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചിന്തിക്കാൻ പോലും കാണാൻ പോലും രമേശ് ചെന്നിത്തല ആ സ്ഥാനത്ത് വന്നിട്ട് ആ വക്കത്ത് വെച്ച് നഷ്ടപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട രമേശ് ചെന്നിത്തലയ്ക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതൊരു കാര്യം. രണ്ടാമത്തത്, അങ്ങനെ ഒരു പ്രചാരണം വളരെ ആസൂത്രിതമായി നടക്കുന്നു എന്ന തോന്നൽ രമേശിനുണ്ട്, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രതികരണത്തിലൂടെ ബോധ്യപ്പെടുന്നുണ്ടോ? അത് മാധ്യമപ്രവർത്തകരിലേക്ക് മാത്രമാണോ അദ്ദേഹത്തിൻ്റെ പരിഭവം അല്ലെങ്കിൽ പ്രതിഷേധം, വിമർശനം നീളുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ? അല്ല, അത് ആസൂത്രിതമായിട്ട് നടക്കുകയാണെങ്കിൽ പോലും അത് പ്രതിപക്ഷത്തിൻ്റെ കടമയായിട്ടേ ഞാൻ കാണുകയുള്ളൂ. ശരത്തെ, ആസൂത്രിതമാണെന്ന് വെച്ചു, അങ്ങനെ ആസൂത്രണം അതിനുള്ള സ്വാഭാവികമായും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ വിങ്ങുകൾ ആ നിലയിലുള്ള ഉത്തരവാദിത്വം എടുക്കുന്നുണ്ട്, PR ടീം ആ നിലയിലുള്ള ഉത്തരവാദിത്വം എടുക്കുന്നുണ്ട്. ഇതെല്ലാം കനകോലു ഓപ്പറേഷൻസ് ആ വിധത്തിൽ പോകും, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൈകളിൽ തന്നെയാണ്. പക്ഷേ രമേശ് ചെന്നിത്തല പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലാണ് എൻ്റെ ചോദ്യം. അല്ലാതെ അതിനുള്ള അവകാശം സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്നവർക്കും ഉണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ രമേശ് ചെന്നിത്തല അതിൽ വിയോജിക്കുന്നു എന്നുള്ളതല്ലേ? അപ്പോൾ ആ വിയോജിപ്പ് എന്ന് പറയുന്നത് മാധ്യമപ്രവർത്തകരോടായി പരിമിതപ്പെടുത്താവോ എന്നാണ് എൻ്റെ ചോദ്യം. അല്ല, ആ വിയോജിപ്പ് രമേശ് ചെന്നിത്തലയെ പോലെ ഒരു വ്യക്തമായ ഒരു കരിയർ റെക്കോർഡോടുകൂടി ഈ നേതൃസ്ഥാനത്തേക്ക് എത്തിയ രമേശ് ചെന്നിത്തല തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ KSU പ്രസിഡൻറ്റ് എന്ന നിലയ്ക്ക് താലൂക്ക് ആലപ്പുഴ താലൂക്ക്, ആലപ്പുഴ ജില്ലാ പ്രസിഡൻറ്റ്, അങ്ങനെ വന്ന പടിപ്പടിയായിട്ട് കയറി വന്ന ആ നേതാവിന് ഒരു വലിയ പാരമ്പര്യമുണ്ട്, ഒരു വലിയ ശക്തിയുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം വ്യക്തമായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. ഞാൻ രമേശ് ചെന്നിത്തല വളരെ ചെറുപ്പത്തിൽ 26-ാമത്തെ വയസ്സിൽ മന്ത്രിയായപ്പോൾ മുതൽ അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് ഞങ്ങൾ പരിചയമുണ്ട്, വ്യക്തിപരമായിട്ട് ഞങ്ങൾ വലിയ പരിചയമുണ്ട്. എനിക്കറിയാം നല്ലൊരു നേതാവാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനനഷ്ടം അതൊരു വലിയ വ്യക്തിപരമായൊരു നഷ്ടം തന്നെയാണ്, യാതൊരു സംശയമില്ല, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിൻ്റെ അകത്തൊരു പ്രൊഫഷണലിസം വേണം. കോൺഗ്രസ് നേതൃത്വം ഒരു ഇലക്ഷനിൽ നിൽക്കുന്നതല്ല. കോൺഗ്രസ് രാഷ്ട്രീയം ഒരു ഇലക്ഷൻ കൊണ്ട് അത് അവസാനിക്കുകയല്ല. അടുത്ത ഇലക്ഷൻ ഇതാ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അവിടെ ആരാണ് നേതാവ്, ആരാണ് കോൺഗ്രസ് പാർട്ടിയെ നയിക്കുക, ആരാണ് ഐക്യജനാധിപത്യ മുന്നണി നയിക്കുക, ഇതൊരു വിഷയമാണ്. ആ വിഷയത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഈ കലഹം എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ശരത്തെ, റൈറ്റ്. അത് ശ്രീകുമാർ, അങ്ങനെ ഒരു കലഹം അതിപ്പോൾ ജയിച്ചാലും തോറ്റാലും UDF രാഷ്ട്രീയത്തിൻ്റെ ഒരു സവിശേഷതയാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരു സവിശേഷതയാണ്. അതിലൊന്നും ആർക്കും തമ്മിൽ തർക്കമില്ല. അതാത് കാലത്ത് ഉയർന്നു വരുന്ന കലഹങ്ങളും തർക്കങ്ങളും അതൃപ്തികളും മുറുമുറുപ്പും അതാത് കാലങ്ങളിൽ തന്നെ ചർച്ച ചെയ്തു പോകും. ഇവിടെ അതിനൊരു അവസരം നേതാക്കളായി തന്നെ സൃഷ്ടിച്ചു തരുന്നു, അതുകൊണ്ടാണല്ലോ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ നേരത്തെ ഇപ്പോൾ ജേക്കബ് ജോർജ് പറഞ്ഞതുപോലെ ഒരു കലഹത്തിൻ്റെ വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ ആ ക്രെഡിറ്റ് ഇഷ്യൂസിൻ്റെ പ്രശ്നം നേതാക്കളുടെ ഉള്ളിലുണ്ട്. അത് നേതാക്കൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ഒളിഞ്ഞും തെളിഞ്ഞും. അതല്ലേ നിലവിലെ പ്രശ്നം, നിലവിലെ യാഥാർത്ഥ്യം അതല്ലേ കോൺഗ്രസിനകത്ത്. അത് മാധ്യമപ്രവർത്തകരെയോ അവരുടെ ഒരു വാർത്തയോ വെച്ച് ലിമിറ്റ് ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ശരത്തെ, നമ്മൾ ഈ മുൻകാലങ്ങളിൽ ഉള്ള രാഷ്ട്രീയ പ്രവർത്തനവും നേതാക്കളുടെ ശൈലിയുമല്ലല്ലോ ഈ കാലഘട്ടത്തിൽ, ഒരുപാട് മാറിപ്പോയി. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നേതാക്കൾക്ക് ഓരോ വിശേഷണങ്ങൾക്ക് കൊടുക്കും. ഞാനിതിൽ നേരത്തെ ഗോവിന്ദൻ മാഷെ അതുപോലെ ഇതിൽ ഉൾപ്പെടുത്തിയത് RSSൻ്റെ കാര്യം സുധാകരനെ ന്യായീകരിക്കാനല്ല. ഗോവിന്ദൻ മാഷോട് അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അത് സത്യമല്ലേ എന്ന് അദ്ദേഹം ചോദിച്ച ഈ കാലഘട്ടത്തിലെ CPM നേതാവിൻ്റെ ഒരു ആർജവും കൂടിയാണെന്ന് കരുതിക്കോളൂ. ഒരു സത്യത്തെ തുറന്നു പറയാൻ മടിക്കാത്തൊരു ഘട്ടം എന്ന് തന്നെ കരുതിക്കോളൂ. അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ കാലം മാറി. അപ്പം ജനങ്ങൾക്ക് കൂടുതൽ രാഷ്ട്രീയം പഠിക്കേണ്ടി വരുന്നു, രാഷ്ട്രീയം അറിയുന്നു. അതുകൊണ്ട് ഒന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. വളച്ചൊടിച്ചു എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് പഴയ ആ ഒരു വീഡിയോ എടുത്ത് പുറത്തിടും. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ രമേശ് ചെന്നിത്തല ഇന്ന് പത്രസമ്മേളനം വിളിച്ചിട്ട് ഒരു പറഞ്ഞതല്ല എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചില്ല എന്ന്. ഒരു ചാനൽ ലേഖകൻ അദ്ദേഹത്തെ വിളിക്കുന്നു, കൂട്ടത്തിൽ ചോദ്യം ചോദിക്കുന്നു. ഞാനിങ്ങനെ കുറെ തെരഞ്ഞെടുപ്പ് അന്ന് ആരും ക്യാപ്റ്റൻ എന്ന അതിലെന്താ വ്യത്യാസമുള്ളത് എനിക്ക് മനസ്സിലായില്ല.
അപ്പോഴും ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ നിലപാടല്ലേ ഒരു വാർത്താ സമ്മേളനത്തിൽ അല്ല, പറഞ്ഞാലേ ഞാൻ നിലപാടാവുള്ളൂ. പറയട്ടെ. ഒരു മാധ്യമ സ്ഥാപനത്തോട് തന്നെ പറഞ്ഞല്ലേ, അദ്ദേഹം രഹസ്യമായി ആരോടും പറഞ്ഞതല്ല, ഓഫ് റെക്കോർഡായി പറഞ്ഞതല്ല, ഇത് ജനങ്ങൾ കേൾക്കുന്നു എന്ന ധാരണയോടെ രമേശ് ചെന്നിത്തല പറഞ്ഞതാ. സത്യമല്ലേ? അല്ല, ഒരു പത്രസമ്മേളനം നടത്തുക വെച്ചാൽ പറയാനുള്ള കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ് പത്രസമ്മേളനം നടത്തുന്നത്. ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുമ്പോൾ ആ സമയത്ത് തൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ഉത്തരമാണ് നൽകുക. ആ ഉത്തരത്തിനെ വ്യാഖ്യാനിക്കാൻ പറ്റും. അല്ല, അപ്പോൾ അതിന് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഇല്ലെന്നാണോ? നൽകുമ്പോൾ അതിനെ അങ്ങനെ പറയുന്നതിന് വ്യാഖ്യാനിക്കാൻ പറ്റും. ഉത്തരവാദിത്വം ഇല്ലെന്നാണോ എൻ്റെ സംശയമാണ്. ശരത്തിൻ്റെ ചോദ്യത്തിൻ്റെ അടങ്ങിയിരിക്കുന്ന ചോദ്യവും അതിന്റെ മുനിയൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് പറ്റും. അത് മനസ്സിലാക്കി മറുപടി, അത് മനസ്സിലാക്കി ഒരു മറുപടി തന്നാൽ മതി. നൽകിയ ഉത്തരത്തെ നമുക്കത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ചോദ്യത്തിന് നൽകിയ ഉത്തരം എനിക്ക് ആരും അന്ന് ക്യാപ്റ്റൻ എന്ന വിശേഷണം നൽകി തന്നില്ല, അത് മാധ്യമങ്ങൾ ഇരട്ടത്താപ്പാണെന്ന് പറയുമ്പോൾ ഇന്ന് എന്തുകൊണ്ട് സതീശൻ അങ്ങനെ കൊടുക്കുന്നു എന്ന് മാറ്റിയെടുക്കാൻ രാഷ്ട്രീയത്തിലെ നമ്മുടെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇനി എന്റെ കേൾവിയുടെ പ്രശ്നമാണോ എന്നറിയില്ല. ജഗൻ കേട്ടോ? പിന്നെ ആരുടെ ലാൽകുമാർ കേട്ടോ? പിന്നെ ആരുടെ ഇരട്ടത്താപ്പാ? അല്ല, ചോദ്യം ഞാൻ പറയാമല്ലോ സാർ. ഇപ്പൊ ക്ലിയർ ആയി. അല്ലല്ല, ഞാൻ പറയട്ടെ, തടസ്സപ്പെടുത്തല്ലേ പ്ലീസ്, തടസ്സപ്പെടുത്തല്ലേ പ്ലീസ്, ഞാൻ പറയട്ടെ. ആ ചാനലില് അല്ലല്ല, ആ ചാനലില് ആ ഇന്നത്തെ ആ പത്രങ്ങളുടെ കാര്യമാണ് പറഞ്ഞ രമേശ്. പത്രങ്ങളുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്, മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് പറഞ്ഞത്. എടുത്തു നോക്കിക്കോ, ഇന്ന് രാവിലെയല്ലേ പറഞ്ഞേ. അല്ല, നമ്മൾ കേട്ടല്ലോ, ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു ചോദ്യത്തിന്, അതെ, ആ ചോദ്യം അല്ല, മുഴുവൻ വീഡിയോയും കേൾപ്പിച്ചില്ലല്ലോ, നമുക്കറിയാവുന്ന കാര്യമല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ ചർച്ച ചെയ്യുന്നത് കൈരളി ചാനലിൽ ഇരുന്നിട്ടാണ്, അതുകൊണ്ട് നമ്മളെല്ലാം കാണിക്കണമെന്നില്ല, കുഴപ്പമില്ല, ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. ഞാൻ അതാ പറഞ്ഞത്. അല്ല, ഞാൻ പറയട്ടെ ശരത്തെ, പറയട്ടെ, ഒന്ന് ക്ഷമിക്കൂ, ഞാൻ പറയട്ടെ. രമേശ് ചോദിക്കുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾ ഇരട്ടത്താപ്പനെ അല്ല, എനിക്ക് നിങ്ങളിൽ 3 പേരാണ്, ഞാൻ ഒരാൾ ഉത്തരമെങ്കിലും പറയട്ടെ. ചോദ്യം ചോദിച്ചോ. ഞാൻ പറയുന്നത് ഒരു ഉത്തരം ഞാൻ പറയട്ടെ. ഞാൻ ശ്രീകുമാറിന്റെ അതെ, ഞാൻ ശരത്തെ, ഞാൻ ഞാൻ അടിസ്ഥാനപരമായിട്ടൊരു പത്രപ്രവർത്തകനാണ്. ഞാൻ കോൺഗ്രസ് അനുകൂല പത്രത്തിലും കോൺഗ്രസ് വിമർശനമായ സമീപനെടുത്ത പത്രങ്ങളിലും ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ കോൺഗ്രസിലെ നേതാക്കളുടെ ആ ഒരു സ്വഭാവവും അവരുടെ ആ ഒരു വൈഷമ്യങ്ങളും ബുദ്ധിമുട്ടും കാര്യങ്ങളും അതുപോലെ അപ്പുറത്തുള്ള പാർട്ടികളുടെ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, ഇതൊക്കെ ആയിട്ടും നേരത്തെ ലാൽകുമാറിന് ഉത്തരം, ശരത്തിനും അതിൻ്റെ ജേക്കബ് ജോർജ് അതിൻ്റെ ഉത്തരം പറഞ്ഞില്ല. ഇതൊക്കെ ആയിട്ട് എന്തുകൊണ്ട് ജനങ്ങൾ ഈ കോൺഗ്രസ് നേതാക്കളെ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ, ഇതൊന്നുമല്ല ജനകീയ പ്രശ്നങ്ങളെന്നും ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തുന്നത് UDF നേതാക്കളാണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലായി സാർ. നമ്മൾ നിലമ്പൂരിലെ ജനവിധി വന്നപ്പോൾ മുതൽ ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതാണ്. യെസ്, നിലമ്പൂരിലെ ജനവിധിയെ തുടർന്ന് താങ്കൾ ഊന്നി പറയാൻ ശ്രമിക്കുന്ന ഈ വിഷയങ്ങളൊക്കെ ആ രാഷ്ട്രീയ ചർച്ചയിൽ വന്നിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് അത് ചർച്ച ചെയ്യാനുള്ള അവസരമല്ല നേതാക്കൾ തന്നത്. നേതാക്കൾ തമ്മിലുള്ള ഈ സ്വരച്ചേർച്ചയില്ലായ്മയാണ് അവർ വെളിപ്പെടുത്തിയെന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ പിന്നെ അതല്ലേ ചർച്ച ചെയ്യാൻ പറ്റൂ, അതല്ലേ ഈ നേതാക്കൾ ആഗ്രഹിക്കുന്നത്. നേരത്തെ ജേക്കബ് ജോർജ് ഒന്ന് ഇടപെട്ട് പറയാൻ വന്നൊരു പോയിന്റുള്ളത്. വരാം സാർ, വരാം. നിലമ്പൂരിലെ VD സതീശിൻ്റെ ഒരു നേതാവ് എന്ന നിലയ്ക്കുള്ള പെർഫോമൻസ്, അത് നമ്മുടെ അൻവർ എന്നൊരാൾ ഉണ്ടായിരുന്നല്ലോ എന്നാണ് ഞാൻ പ്രയോഗിക്കുന്നത്. ആ അൻവറിനെ ആ നിലയിലെത്തിച്ചത്, ഇന്നത്തെ ഈ നിലയിലെത്തിച്ചത് VD സതീശൻ്റെ ഒരു കാർക്കശ്യ നിലപാട് കൊണ്ട് തന്നെയാണ്. അതുൾപ്പെടെയുള്ള പല കാര്യങ്ങളും ആണ് ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത്. അങ്ങനെയുള്ള അതിന് നേതൃത്വം കൊടുത്ത നേതാവ് എന്ന നിലയ്ക്ക് VD സതീശനോട് അദ്ദേഹത്തോട് അനുകൂലമായ ഒരു നിലപാടും ഒരു താരപരിവേഷവും കൊടുക്കാൻ കോൺഗ്രസിൽ നല്ലൊരു വിഭാഗം ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. അവിടെയാണ് ജേക്കബ് ജോർജ്. അതേ സമയത്ത് അങ്ങനൊരു വശമുണ്ട് എന്നിരിക്കുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിൽ കൂടുമ്പോൾ അതിൽ പങ്കാളിയാകുന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല ഒരു മാധ്യമത്തോട് അങ്ങനെ പറയുന്നു. എൻ ശ്രീകുമാർ പറഞ്ഞ എന്താണ്, വാർത്താ സമ്മേളനത്തിലാണെങ്കിൽ
ഉള്ള ഒരു ഉത്തരവാദിത്വം ആ നിലയിൽ ഒരു മാധ്യമ സ്ഥാപനത്തിന് കൊടുക്കുന്ന ഒരു വിശദീകരണത്തിൽ ഇല്ല എന്ന് കരുതാമോ? അങ്ങനെ പറഞ്ഞാൽ കേരളം എങ്ങനെ ഇത് ചർച്ച ചെയ്യുമെന്ന് മനസ്സിലാക്കാത്ത ആളല്ലല്ലോ രമേശ് ചെന്നിത്തല. അപ്പോൾ ഇതും ചർച്ച ചെയ്യേണ്ടതാണ്, എനിക്കിങ്ങനെ ചില അഭിപ്രായങ്ങളുണ്ട് എന്നല്ലേ രമേശ് ചെന്നിത്തല അതിലൂടെ, അല്ലെങ്കിൽ വി ഡി സതീശനെ ക്യാപ്റ്റനായി അങ്ങനെ ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം നടന്നു വരുന്നു എന്നതിനെ വിമർശിക്കുമ്പോൾ അദ്ദേഹം അത് ഉദ്ദേശിക്കുന്നില്ലേ? അല്ല, ഇരട്ടത്താപ്പ് എന്നതുകൊണ്ട് രമേശ് ചെന്നിത്തല ഉദ്ദേശിച്ചത് പാർട്ടിക്കകത്ത് നടക്കുന്ന ചില ചർച്ചകൾ, ചില പ്രയോഗങ്ങൾ, അതൊക്കെ കണ്ടിട്ട് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരി, ശ്രീകുമാർ സാറ് പറഞ്ഞത് വെച്ചിട്ട് ലാൽകുമാർ ഇതിൽ മറുപടി പറയാൻ, അല്ലെങ്കിൽ ഇതിലൊരു വിശദീകരണം താങ്കളുടെ അടക്കം മുന്നിലേക്ക് വെക്കുന്നതിൽ അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുകളോ വൈഷമ്യങ്ങളോ നേരിടുന്നുണ്ടോ? നോക്കൂ, ശ്രീകുമാരിയേട്ടനെ സംബന്ധിച്ചിടത്തോളം ശ്രീകുമാരിയേട്ടൻ വളരെ വ്യക്തമായി കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം പറയുന്ന ഒരാളാണ്. പക്ഷേ ഇത് രണ്ടും കോൺഗ്രസ് നേതാക്കളാണ്, ബഹുമാനവുമാണ്. വി ഡി സതീശനും കോൺഗ്രസ് നേതാവാണ്, രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് നേതാവാണ്. അല്ലല്ല, ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ കഴിയുമ്പോൾ അത് ക്ലിയർ ആവും. നോക്കൂ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാർ സെലിബ്രേറ്റ് ചെയ്ത തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഏതാണ്? കുറച്ച് കാലങ്ങളായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്നിപ്പോൾ ശ്രീകുമാരിയേട്ടൻ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് എന്താ? തുടങ്ങിയ വാക്കുകൾ വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കുകളാണ്. നോക്കൂ, കോൺഗ്രസിനെ അങ്ങ് ഇഷ്ടമാണ് ജനങ്ങൾക്ക്. ഇതേ പ്രയോഗമാണ് ശ്രീകുമാരിയേട്ടൻ്റെ കേഡറിലുള്ളവരും സെമി കേഡറിലുള്ളവരും അരൂര് തെരഞ്ഞെടുപ്പിൽ നമ്മൾ തോറ്റപ്പോൾ പറഞ്ഞത്. മറന്നു പോകരുത്. ആരിഫ് അരൂരിൽ നിന്ന് മാറി ആലപ്പുഴയിലേക്ക് വന്ന് ആലപ്പുഴയിൽ ജയിച്ച ശേഷം തിരിച്ച് അവിടെ പുളിക്കൻ നിന്ന് കഴിഞ്ഞപ്പം ഷാനിമോൾ ഉസ്മാൻ ജനിച്ചപ്പം ഇവർ പറഞ്ഞത് പിണറായി വിജയൻ കഴിഞ്ഞു, കഥ കഴിഞ്ഞു. ഒന്ന്. രണ്ട്, ഈ പറയുന്ന ജനങ്ങൾക്ക് അതുപോലെ കോൺഗ്രസിനെ അങ്ങനെ ഇഷ്ടമാണ്. ഇതേ ശ്രീകുമാരിയേട്ടൻ പറഞ്ഞ ഇതേ ടോണിൽ ഈ വാദം നേരത്തെ വന്നിട്ടുണ്ട്. ആ വാദത്തിന് എന്താ സംഭവിച്ചത്? പിന്നീട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോഴും നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോഴും ആർക്കും റെസ്പോൺസിബിലിറ്റി ഇല്ലാതെ ഏതുവഴിയൊക്കെയോ ഓടി, അല്ലേ? തെരഞ്ഞെടുപ്പാണ്, പരാജയം സംഭവിക്കും, ജയം സംഭവിക്കും. പക്ഷേ ശ്രീകുമാരിയേട്ടൻ്റെ വാദത്തിന് ജനങ്ങൾക്ക് സ്നേഹം ഉണ്ടെന്ന് പറയുന്നതും ഈ പറയുന്നത് പോലെയാണ് നടക്കാൻ പോകുന്നതെന്നുള്ള ആൾക്കാരുടെ മുന്നിൽ ഒരു 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 പുകമറ സൃഷ്ടിക്കാൻ പറ്റുന്ന സാധനം ഉണ്ടല്ലോ, അത് നമ്മൾ അരൂർ തെരഞ്ഞെടുപ്പിൽ നിന്ന് മനസ്സിലാവും. അതൊന്ന്. ഈ പറയുന്നത് എന്താണ്? അരൂർ തെരഞ്ഞെടുപ്പ് ആരുടെ നേതൃത്വത്തിലാണ് നടന്നത്? അത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലാണ് നടന്നത്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിട്ടിരുന്നപ്പോഴാണ് നടന്നത്. അവിടെ മുസ്ലിം ലീഗ് ഇല്ല. സത്യത്തിൽ നല്ല രീതിയിൽ മുസ്ലിം ലീഗില്ല. മലപ്പുറത്ത് നടക്കുന്ന പോലത്തെ ഒരു തെരഞ്ഞെടുപ്പ് അല്ലല്ലോ അരൂർ നടക്കുന്നത്. അവിടെ അപ്പം പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് അവിടെ ഇച്ചിരൂടെ ക്രെഡിറ്റ് കിട്ടേണ്ട ഒരു വിഷയമാണ്. ആ ക്രെഡിറ്റ് കിട്ടാത്ത സാഹചര്യം എങ്ങനെ വരുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ക്രെഡിറ്റ് അപ്പം കിട്ടിയോ എന്ന് ചോദിച്ചാൽ അപ്പം കിട്ടി, അന്ന് സെലിബ്രേറ്റ് ചെയ്താണ് അവർ. പക്ഷേ അതിനേക്കാട്ടിലും കൂടുതൽ സെലിബ്രേഷൻ ഇപ്പം നടക്കുന്നതിന് കാരണം ഇത് ലീഗിൻ്റെ ചെലവിൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അവിടെ കുറേ പോയി നടന്നെങ്കിലും കോൺഗ്രസ്സിന് വേരോട്ടമുള്ള മണ്ണാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. നല്ല രീതിയിലുള്ള പ്രവർത്തനം ലീഗിൻ്റെ ഭാഗത്തുനിന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യണം. അവരുടെ പ്രവർത്തനം അവർ അപ്രീഷിയേറ്റ് ചെയ്തായിരിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പറയുന്ന സെലിബ്രേഷൻ എന്ന് പറയുന്ന ക്യാപ്റ്റൻ എന്നുള്ള പ്രയോഗത്തിലേക്ക് അന്ന് രമേശ് ചെന്നിത്തലയെ കൊണ്ടുവന്നില്ല. കാര്യം അന്ന് കൊണ്ടുവരാത്ത മാധ്യമം ഇന്ന് കൊണ്ടുവരുന്നതിന് കാര്യം എന്താണ്? ആ പരിലാളനം എങ്ങനെ വി ഡി സതീശന് കിട്ടുന്നു? ആ വി ഡി സതീശന് കിട്ടുന്ന അന്നാ നമുക്ക് വി ഡി സതീശനെ നാളെ തൊട്ട് ക്യാപ്റ്റൻ എന്ന് വിളിച്ചേക്കാം എന്നുള്ളതിന് അടിസ്ഥാനത്തിലാണോ? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വി ഡി സതീശനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചത് കോൺഗ്രസ്സുകാരല്ല എങ്കിൽ മാധ്യമങ്ങളാണെങ്കിൽ മാധ്യമങ്ങളോട് വി ഡി സതീശൻ പറഞ്ഞ ശേഷം ക്യാപ്റ്റൻ എന്ന് വിളിപ്പിക്കുന്നതാണ്. അതൊരു വിമർശനമാക്കി തന്നെ വെച്ചോളൂ. പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചത് CPM-കാരാണ്. അതുപോലെ ക്യാപ്റ്റൻ എന്ന് വി ഡി സതീശനെ വിളിച്ചത് മാധ്യമങ്ങളാണെങ്കിൽ മാധ്യമങ്ങളെ കൊണ്ട് വിളിപ്പിക്കുന്നതാണെന്ന് മാത്രമേ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അവിടെ അങ്ങനെ നോക്കിയാൽ ഇരട്ടത്താപ്പ് മാധ്യമങ്ങളുടെയാണ്. ആ ഇരട്ടത്താപ്പ് മാധ്യമങ്ങൾ ആരുടെ താളത്തിനൊത്ത് തുള്ളുന്നു എന്ന് ചോദിച്ചാൽ അത് വി ഡി സതീശൻ്റെ താളത്തിനൊത്തും തുള്ളുന്നു. കുറേ നാളുകളായിട്ട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, കേരളത്തിലെ മാധ്യമങ്ങൾ വി ഡി സതീശൻ്റെ താളത്തിനൊത്ത് തുള്ളുന്ന ആൾക്കാരാണെന്ന്. എനിക്കൊരു സംശയമില്ല കാര്യത്തിൽ, ഒരു സംശയമില്ല, നിസ്സംശയം ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു എപ്പിസോഡിലൂടെ പറയുമ്പോൾ ക്ലിയർ ആവും, ഇച്ചിരൂടെ ആകുമ്പോൾ ഇതങ്ങ് സീലാവും. കേരളത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് കോൺഗ്രസിന് ഉള്ളിൽ കുറച്ച് പേരോട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും. അത് അന്നൊരു ചെറിയ വിഷയം, കോൺഗ്രസിനകത്തൊരു പ്രശ്നമായിട്ടിരുന്നൊരു കാര്യമാണ്. എന്താണ്? പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അദ്ദേഹത്തെ ആ കുറച്ച് ആൾക്കാർ ലീഡർ എന്നുള്ള പ്രയോഗത്തിലേക്ക് വന്നു. ലീഡർ എന്ന് സത്യത്തിൽ കോൺഗ്രസിനകത്ത് വിളിക്കുന്നത് കെ കരുണാകരനെ മാത്രമാണ്. നമ്മളും ലീഡർ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. ലീഡർ കെ കരുണാകരൻ എന്നാണ് സാധാരണഗതിയിൽ ആൾക്കാർ വിളിക്കുന്നത്, അല്ലേ?
ആ ലീഡർ സ്പേസ് ഒക്യുപ്പൈ ചെയ്യാനായിട്ട്, അതൊന്ന് ഹൈജാക്ക് ചെയ്യാനായിട്ട് രമേശ് ചെന്നിത്തല ഒരു ഘട്ടത്തിലൊരു ശ്രമം നടത്തി. അതിനെതിരെ കോൺഗ്രസിനകത്ത് പ്രതിഷേധം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈറ്റിൽ നമ്മൾ അട്രിബ്യൂട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ സാധാരണ രാഷ്ട്രീയം കാണുന്ന പോലെ അല്ല കോൺഗ്രസിനകത്ത് നടക്കുന്നത്. ഇപ്പോൾ ഒരാളെ ലീഡർ പിണറായി എന്ന് നാളെ വിളിച്ചാൽ എന്ത് സംഭവിക്കും? അന്ന് നമ്മൾ ഇതുപോലൊരു വിഷയത്തിൽ ചർച്ച ചെയ്തപ്പോൾ അന്ന് പറഞ്ഞതാണ് പാവങ്ങളുടെ പടത്തല എന്ന് നമ്മൾ വിളിക്കുന്ന ഏകജിയെ വേറെ ആളെ വിളിക്കാറില്ല, ഉണ്ടോ എന്ന് പറയുന്ന പോലെ ലീഡർ എന്ന് വിളിക്കുന്നത് കരുണാകരനെ മാത്രമാണ്. ആ സ്പേസ് ഒക്യുപ്പൈ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇങ്ങനൊരു സ്പേസ് അടിച്ചെടുക്കാൻ പുതിയ ഒരു ലീഡർ എന്ന് പറയുന്നതിന് പകരം ഒരു ടാഗ് ലൈനും കൊണ്ട് വി ഡി സതീശൻ ലീഗിന്റെയും മറ്റുള്ളവരുടെയും ചെലവിൽ ജയിച്ച ഒരു സന്ദർഭത്തിൽ അത് കൊണ്ടിരുന്നതിനോട് മാധ്യമങ്ങൾ ഇരട്ടത്താപ്പ് കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർ പറയുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി മാധ്യമങ്ങൾ നീങ്ങുന്നുള്ളത് കൊണ്ട് ആ ഇരട്ടത്താപ്പാതെന്ന് തന്നെ പറയാൻ പറ്റും. ഇവിടെ എൻ ശ്രീകുമാർ മുന്നോട്ട് വെച്ച ആ ഒരു നിരീക്ഷണത്തെ ഇപ്പോൾ ലാല് കൗണ്ടർ ചെയ്തിരിക്കുകയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതിലാണ് താങ്കളുടെ ഒരു എക്സ്പ്ലനേഷൻ കൂടുതലായി വേണ്ടി വരുന്നത് ശ്രീകുമാർ. കാരണം ഒന്ന്, മാധ്യമങ്ങളെയാണ് താങ്കൾ അതിൽ പ്രതിസ്ഥാനത്ത് നിർത്തിയത്. അങ്ങനെ മാധ്യമങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പരിസരം, ഒരു സാഹചര്യം, മാധ്യമ രീതി കേരളത്തിൽ പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പോയിന്റ്. അതിന് വളരെ കാര്യമായി തന്നെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെ അരൂർ ഉപതെരഞ്ഞെടുപ്പ് ഉദാഹരിച്ചുകൊണ്ട് തന്നെ സംസാരിച്ചു. അത് കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇതിൽ രമേശ് ചെന്നിത്തല പറഞ്ഞതുപോലെ വളരെ കൃത്യമായൊരു ഇരട്ടത്താപ്പുണ്ടെന്നും ആ ഇരട്ടത്താപ്പ് മാധ്യമങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ അത് മാധ്യമങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണെന്നും അതിന് പിന്നിലൊരു സംഘടിതമായിട്ടുള്ള ഒരു കോൺഗ്രസിനകത്തെ, ഞാൻ പറയാതെ തന്നെ മനസ്സിലാകുമല്ലോ, താല്പര്യം ഉള്ള ഒരു ഗ്രൂപ്പ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ആ കൗണ്ടർ ചെയ്ത് പറഞ്ഞ ആർഗ്യുമെൻറ്റിനെ ഇനി എങ്ങനെയാണ് താങ്കൾ കൗണ്ടർ ചെയ്യുന്നതെന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. ശരത്തെ നല്ലൊരു ചോദ്യമാണ്. ഞാനത് പറഞ്ഞു കഴിയുന്നവരെ ശരത്തെ ഇടപെടില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് അരൂർ തെരഞ്ഞെടുപ്പ് കാലത്ത് അന്ന് പിണറായി വിജയൻ ആരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചിരുന്നില്ല. ഈ പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചത് പിന്നീടാണ്. ആ ക്യാപ്റ്റൻ വിളിയാണ് പിന്നീട് മാധ്യമങ്ങളെടുത്ത് ചർച്ചയാക്കുകയും മറ്റു പലരിലേക്കും ചാർത്തി കൊടുത്തത്. ആ ക്യാപ്റ്റൻ എന്ന് CPM-ൻ്റെ മുഖപത്രം വിശേഷിപ്പിക്കുകയും ചെയ്തു. അവർ അച്ചടിച്ചു ക്യാപ്റ്റൻ പിണറായി വിജയൻ എന്ന് അച്ചടിച്ച് വരികയും ചെയ്തു. അപ്പോൾ ക്യാപ്റ്റൻ വിളി തുടങ്ങിയത് അരൂർ തിരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ സതീശനോ രമേശനോ ഒക്കെ അന്ന് തന്നെ കൊടുത്തേനെ. അപ്പോൾ അത് പിന്നീടാണ് വന്നത്. അതാണ് ലാൽകുമാറിൻ്റെ ചോദ്യത്തിന് ഉത്തരം. രണ്ടാമത്തെ കാര്യം ശരത്ത് ചോദിച്ചത് മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ കേരള രാഷ്ട്രീയത്തിൽ ഈ PR വർക്കിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ പ്രാധാന്യം കൊണ്ടുവന്ന CPM-ആണ്. അതുകൊണ്ടാണല്ലോ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് 2 ദിവസം മുമ്പ് മുഖ്യമന്ത്രിയുടെ PR ടീമിലുള്ളവരുടെ ശമ്പളം കൂട്ടിക്കൊടുത്തു. അത് വലിയ വാർത്തയായിരുന്നല്ലോ. അതുകൂടാതെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സർക്കാരിനുള്ള കാലത്തോ ഉണ്ടായിട്ട് പോലും അതിനപ്പുറത്തേക്ക് ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ട് മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു PR ടീമുണ്ട്. അത് CPM ആണത് കാണിച്ചു തന്നത്. അതുമാത്രവുമല്ല, ഒരു മുഖ്യമന്ത്രി കരുണാകരനെ പുകഴ്ത്തിയിട്ടില്ല, ആന്റണിയെ പുകഴ്ത്തിയിട്ടില്ല, ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തിയിട്ടില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെ പുകഴ്ത്തി വാഴ്ത്തുപാട്ട് എന്ന രീതിയിൽ എഴുതാനും നമുക്ക് കഴിയണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഠിപ്പിച്ചിരിക്കുന്നു. ഇത് നാളെ കോൺഗ്രസ് അത് കടമെടുക്കരുതേ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അപ്പോൾ എല്ലാം കടം കൊള്ളാൻ പാടില്ല, മറിച്ച് ക്യാപ്റ്റൻ വിളി കടം കൊള്ളാം. അത് പിന്നെ മാറിയും മറിഞ്ഞൊക്കെ വരട്ടെ. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ തുടക്കമിട്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ ആ PR വർക്ക് ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ PR വർക്ക് നടക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ PRD ഉൾപ്പെടാതെ ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങളും മലപ്പുറം പ്രശ്നമൊക്കെ നമുക്ക് ചർച്ച ചെയ്തൊന്നും കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ക്യാപ്റ്റൻ എന്നുള്ള പദം കേരള രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നതാരാ? CPM. അത് പത്രത്തിൽ ആദ്യം അച്ചടിച്ച് വന്നത് ഏത് പത്രത്തിലാണ്? CPM മുഖപത്രത്തിൽ. അത് വന്നത് ഏത് കാലത്താണ്? 2ാം പിണറായി ഗവൺമെൻറ് കാലത്ത്. അരൂർ തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴാണ് അതിന് മുമ്പ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ക്യാപ്റ്റൻ വിളിയുടെ പ്രത്യേകത. കപ്പിത്താൻ അറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ PR വർക്കിൻ്റെ ഒരു രാഷ്ട്രീയം നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുണ്ട്. ആ രാഷ്ട്രീയത്തെ നമ്മൾ കാണാതിരിക്കേണ്ട. അത് CPM ആ PR വർക്ക് എടുക്കട്ടെ, തെറ്റൊന്നുമില്ല. അതിനെ കൗണ്ടർ ചെയ്യുന്ന PR വർക്ക് ഇപ്പുറത്ത് വരുമ്പോൾ അത് ശരിയല്ല എന്ന് പറയരുത്. അതായത് ജമാഅത്തെ ഇസ്ലാമി എല്ലാം നമുക്ക് ഒരുമിച്ച് പോവാം. ലാൽ ഈ ആർഗ്യുമെന്റ് എടുക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് താങ്കൾ മുന്നോട്ട് വെച്ച വിമർശനത്തിനോ നിരീക്ഷണത്തിനോ പോരുന്നതാണോ, മറുപടിയാണോ? അതിലെന്താണ് അപാകത ചൂണ്ടിക്കാട്ടുന്നത്? ഇല്ലില്ല, അല്ല, അതിനകത്തെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, CPIM ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത് കൊണ്ടാണോ അദ്ദേഹത്തിനെ അവർ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത്? അതാണോ അതിൻ്റെ അടിസ്ഥാനം?
ഐ ഡോണ്ട് തിങ്ക് സോ. അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ CPM 2021 തെരഞ്ഞെടുപ്പിന് പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്നാണല്ലോ വിളിച്ചത്. ഇവർ രമേശ് ചെന്നിത്തല എന്താ വിളിച്ചത്? അപ്പം തന്നെ ഇവർ കോയിൻ ചെയ്യണ്ടായിരുന്നോ? ഇല്ലേ? പിണറായി വിജയനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ച് അദ്ദേഹത്തിന്റെ കണക്ക് ശരിയാണെങ്കിൽ തന്നെ 2021 തെരഞ്ഞെടുപ്പിൽ അതിന് മുമ്പ് തന്നെ പിണറായി ഞാൻ പറയട്ടെ അതിന് മുമ്പ് തന്നെ വന്നു. അദ്ദേഹം പറയുന്ന വാദം എടുത്താലെന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ വാദം 2021 അദ്ദേഹത്തിനെ വിളിച്ചതെങ്കിൽ അങ്ങനെയാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾ ഇപ്പുറത്ത് മാധ്യമങ്ങളെ വെച്ച് കോയിൻ ചെയ്യണ്ടേ? ഇല്ല. ഇത് എൻ്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. എൻ്റെ പോയിന്റ് പിണറായിയെ ആര് CPM ഒരാൾ ക്യാപ്റ്റൻ എന്ന് വിളിച്ചോ അതിൻ്റെ ബദലാണോ എന്നുള്ളതല്ല. അതിന് ബദൽ കോൺഗ്രസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. നോക്കൂ, CPM വിളിച്ചില്ലയോ അതൊരു പ്രശ്നമേ അല്ല ഇവിടെ. സതീശനെ രമേശ് ചെന്നിത്തലയെ വിളിക്കാഞ്ഞ മാധ്യമം, പിണറായി വിജയനെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ പോലും രമേശ് ചെന്നിത്തലയെ വിളിക്കാതിരുന്ന മാധ്യമം എന്തുകൊണ്ട് ഇപ്പം സതീശനെ വിളിക്കുന്നു? അത് മീഡിയ മാനേജ്മെന്റ് ആണെന്നേ പറഞ്ഞുള്ളൂ. അതിനകത്ത് എനിക്കൊരു സംശയമില്ല പറഞ്ഞതിനകത്ത്. ജേക്കബ് ജോർജ് അത് ഞാൻ പറഞ്ഞത് ഇപ്പോൾ 2021 വന്നു. അതിനു മുമ്പ് നടന്ന രമേശ് ചെന്നിത്തല തന്നെ ഇന്ന് പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ട്. ലാൽ അതിൽ അരൂരിലേക്ക് തന്നെ കൊണ്ടുവന്നു. ആ കാലത്തേക്ക് ഓർമ്മിച്ചെടുക്കാൻ അത് സഹായകരമായി. അന്ന് അദ്ദേഹത്തിന് ആ ഒരു പരിവേഷം നൽകിയില്ല. കോൺഗ്രസിൽ നിന്ന് സ്വാഭാവികമായി അത്തരം ഒരു പ്രചാരണം രൂപപ്പെട്ടു വന്നില്ല. പക്ഷേ അതിന് ഇടതുപക്ഷത്തിൻ്റെയും CPMൻ്റെയും ഇടയിൽ നിന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ ആ ഒരു നേതൃപരമായ ശേഷിയുമായി ബന്ധപ്പെട്ട് വന്ന ക്യാപ്റ്റനാണ് ഇവരെ സ്വാധീനിച്ചത് എന്ന് പറയുന്നത് എത്രമാത്രം ഉചിതമാണ്? കാരണം ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് വന്നിരുന്നു. 2021 ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെയാണ് ക്യാപ്റ്റൻ പ്രയോഗം വലിയ തോതിൽ ചർച്ചയായത്. എന്തുമാവട്ടെ, പക്ഷേ കോൺഗ്രസിൽ നിന്ന് എന്തേ അത്തരത്തിലൊരു ആത്മവിശ്വാസം അന്ന് സ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ ബോധപൂർവമായിട്ടോ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായി വന്നില്ല. ഇപ്പോൾ അത് ബോധപൂർവം രൂപപ്പെടുത്തുന്നു. അത് മാധ്യമങ്ങളുടെ സഹായത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ താരതമ്യം വന്നതോടുകൂടി രമേശ് ചെന്നിത്തല മനസ്സിൽ ഇതൊക്കെ ധരിച്ചിട്ടുണ്ട്, രമേശ് ചെന്നിത്തല മനസ്സിൽ ഇതൊക്കെ കരുതിയാണ് പറഞ്ഞത് എന്നല്ലേ കുറെ കൂടി വ്യക്തമാവുന്നത്. നേരത്തെ ഇതൊക്കെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ് എന്ന വാദത്തോട് ഞാൻ യോജിക്കുന്നില്ല. മാധ്യമങ്ങളുടെ ജോലി ഇങ്ങനെ ഏതെങ്കിലും ഒരു നേതാവിനെ ക്യാപ്റ്റനാക്കുക, ലീഡറാക്കുക എന്നുള്ളതൊന്നുമല്ല. അതൊക്കെ ജനങ്ങളിൽ നിന്ന്, അണികളിൽ നിന്ന് ഉണ്ടാകുന്ന ഉരുത്തിരിയുന്ന പേരുകളാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാകുമ്പോൾ രമേശ് ചെന്നിത്തല അടുത്ത മുഖ്യമന്ത്രിയാകാനുള്ള നാച്ചുറൽ ചോയ്സ് ആണെന്ന് ഞാനന്ന് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഉമ്മൻചാണ്ടി അടുത്ത മുഖ്യമന്ത്രി നാച്ചുറൽ ചോയ്സ് ആയിട്ട് വന്നതാണ്. അതുപോലെ AK ആന്റണി മുഖ്യമന്ത്രിയായത്, കരുണാകരന് ശേഷം കരുണാകരൻ 9 അംഗങ്ങളുടെ നേതാവായിട്ട് വന്നിട്ട് മുഖ്യമന്ത്രിയായത് പനമ്പള്ളി ഗോവിന്ദനെ ഉള്ളവരില്ല. അപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നാച്ചുറൽ ചോയ്സായിട്ട് കരുണാകരൻ നേതാവാകുന്നു, മുഖ്യമന്ത്രിയാവുന്നു, പിന്നീട് ലീഡറാവുന്നു. ജനങ്ങൾ കൊടുത്ത പേരാണത്, ജനങ്ങൾ കൊടുത്ത സ്ഥാനമാണത്, അങ്ങനെയാണത്. ഇവിടെ ഞാൻ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ജനങ്ങൾ വഴി ഒരു സ്ഥാനം സാക്ഷാൽ പിണറായി വിജയൻ രണ്ടാമത് തിരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരുമ്പോഴാണ് ക്യാപ്റ്റൻ എന്ന പേര് അദ്ദേഹത്തിൻ്റെ അണികളിൽ നിന്ന്, പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ഉയർന്നു വന്നത്. അതാണ് ദേശാഭിമാനി തലക്കെട്ടാക്കിയത്. അതിന് സംശയമില്ല ശ്രീകുമാർ. അതുപോലെ ഇപ്പോഴത്തെ പ്രശ്നം, കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പാണ്. ആ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഓരോ അടിയും, ഓരോ സ്ഥാനവും പ്രധാനമാണ്. ഓരോ ഉപതെരഞ്ഞെടുപ്പും പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാകുന്നത്. ആ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാപ്റ്റൻ എന്ന പേര് കൊടുക്കുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാം. ശരി, ഇതിനകത്ത് ശ്രീകുമാർ, ഈ ടീം കോൺഗ്രസ് അങ്ങനെയാണല്ലോ പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിക്കുന്നത്. അതിനകത്തൊരു ഒത്തൊരുമയുടെ, ഒരേ ശബ്ദത്തിൻ്റെ, ഒരേ നിലപാടിൻ്റെ നേതൃത്വം എന്നാണ് അദ്ദേഹം അതിലൂടെ ആഗ്രഹിക്കുന്നത്. ടീം. പക്ഷേ വസ്തുത അതാണോ? ഇപ്പോൾ രമേശ് ചെന്നിത്തലയും VD സതീശനും മാത്രമായിട്ടുണ്ടായ ഇന്നത്തെ ഈ വിഷയത്തിൽ മാത്രം ഒതുങ്ങണ്ട. കഴിഞ്ഞ ദിവസം MP-മാർ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ പിക്ചറിലേ ഇല്ലാത്ത ഒരു വിഷയം ആരാണ് എടുത്തിട്ടത്? അതേ തുടർന്ന് അതിനോട് പ്രതികരിച്ച ആളുകൾ വളരെ പരസ്യമായി തന്നെ പറയാൻ ശ്രമിച്ചത് എന്താണ്? നമുക്കതൊന്ന് കാണാം. K. മുരളീധരനാണ് ആ ടോപ്പിക് എടുത്തിട്ടത്, ആ രാഷ്ട്രീയ വിഷയമായി അത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നത്. അതിനോട് KPC പ്രസിഡന്റ് പറഞ്ഞത് എന്താണ്? UDF കൺവീനർ പറഞ്ഞത് എന്താണ്? അത് കണ്ടിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ഉപതെരഞ്ഞെടുപ്പുകൾ ജനം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ജനങ്ങളെ അധികമായിട്ട് പരീക്ഷിക്കുന്നത് ശരിയാണ്. ഞാൻ ഒരു 2-3 ഉപതെരഞ്ഞെടുപ്പുകൾ വരുത്തി വെച്ച ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്
ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനായിട്ട് ഒരിക്കലും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കില്ല. എം പിമാർ മത്സരിക്കേണ്ട എന്നുള്ളതാണ് പാർട്ടിയുടെ ഇതുവരെയുള്ള കീഴ്വഴക്കം. ഇതിന് എല്ലാ കാര്യങ്ങൾക്കും എക്സംഷൻ ഉണ്ട്. പക്ഷേ ജനങ്ങളെ ഇങ്ങനെ പരീക്ഷിക്കുന്ന രീതിയോട് എനിക്ക് യോജിപ്പില്ല. എം പിമാർക്ക് മത്സരിക്കാൻ പറ്റുന്നതുകൊണ്ടാണല്ലോ എം പിമാരായത്. അയോഗ്യത ഉണ്ടെങ്കിൽ അതിന് അയോഗ്യതയൊന്നുമില്ല. അതിനൊരു അയോഗ്യതയില്ല. ഏതെങ്കിലും ഒരു പോസ്റ്റേ പറ്റുള്ളതേ ഉള്ളൂ. ആയില്ല, ഇലക്ഷൻ ആയില്ലല്ലോ. വൈ വി ആർ ഇൻ എ ഹറി? നമ്മൾ ഇതിനാ വലിയ തിരക്ക്? രാഷ്ട്രീയ കാര്യങ്ങൾ, രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയങ്ങൾ സമയപരിധിക്കകത്തു നിന്നുകൊണ്ട് രാഷ്ട്രീയ കാര്യസമിതിയിൽ ചർച്ച ചെയ്യും. വി വിൽ ഡിസ്കസ്. ചില ആളുകൾക്ക് വീണ്ടും നിയമസഭയിലേക്ക് മത്സരിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കാറുണ്ട്. ഇപ്പോൾ രേവന്ത് റെഡ്ഡി കഴിഞ്ഞ പ്രാവശ്യം എന്നോടൊപ്പം ഇവിടെ പാർലമെൻറ്റ് അംഗമായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയായി. എം പി ആയിരുന്നപ്പോൾ തന്നെയാണ് നിയമസഭയിലേക്ക്, അദ്ദേഹം മാത്രമല്ല മറ്റ് പലരും ഉണ്ട്. അങ്ങനെ ഒരു തീരുമാനം എന്തായാലും എടുക്കേണ്ടത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണ്. ദേശീയ നേതൃത്വമാണ് ഇത്തരം കാര്യങ്ങൾക്ക് തീരുമാനം അന്തിമമായി എടുക്കേണ്ടതായിട്ടുള്ളത്. എൻ ശ്രീകുമാർ, ഇതിനാരെ പഴിക്കും? അനവസരത്തിൽ എന്ന് തന്നെ വേണമെങ്കിൽ പറഞ്ഞുകൂടെ? ഇതുപോലൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടാത്ത വിഷയങ്ങൾ പോലും എടുത്തിട്ട് നേതാക്കൾക്ക് ഭിന്ന നിലപാടുകൾ, അല്ലെങ്കിൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ചില ആളുകൾ മത്സരിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ അത് അനുവദിക്കില്ല എന്ന് പരസ്യമായി അതിനെ ഡിഫെൻഡ് ചെയ്യാൻ മറ്റു ചില നേതാക്കൾ, ഇവരാരും നിസ്സാരക്കാരായ ആളുകളല്ല. മുൻ KPCC പ്രസിഡന്റ്, UDF കൺവീനർ, ഇതെല്ലാം ജനങ്ങൾ കേൾക്കുകയല്ലേ. അതുകൊണ്ടാണ് ഈ ടീം കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചർച്ചയാവുന്നത്. അതിനെന്താണ് താങ്കളുടെ മറുപടി? ഒന്നാമത്തേരും ടീം കോൺഗ്രസ് അല്ല, ടീം UDF ആണ്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പറഞ്ഞാണ് ടീം UDF. അതിൽ UDF ചെയർമാനും മറ്റുള്ളവർക്ക് അത് നിൽക്കട്ടെ. പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അല്ല, ടീം കോൺഗ്രസ് KPCC അല്ലേ, എല്ലാവരും KPCC അല്ല, അതിൽ പല അഭിപ്രായമാണ്. ഒറ്റ ടീമേ ഉള്ളൂ, വേറെ ടീമൊന്നുമില്ല. ഇത് ഈ ഇലക്ഷന് വേണ്ടി ടീം ഒരുമിച്ച് അല്ല. എൻ്റെ ശരത്തെ ഇന്ന് AK ബാലൻ ഇന്നലെ പറഞ്ഞ് നമ്മൾ കേട്ടല്ലോ ഇല്ലേ? ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ തോറ്റപ്പോൾ CPM-ലെ നേതാക്കൾ പരസ്പരം പറയുന്നത് നമ്മൾ കേട്ടില്ലേ? സുധാകരൻ പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഇതൊക്കെ എല്ലാ പാർട്ടിയിലും കോൺഗ്രസ് ടീം. അങ്ങനെയല്ല. ഇതെന്താണ് സാർ, ഇതിനകത്ത് ഇപ്പോൾ AK ബാലനും സുധാകരനും ഒന്നും പറഞ്ഞത് വ്യത്യസ്തമായ കാഴ്ചപ്പാടില്ല. അവരുടെ അഭിപ്രായങ്ങൾ ഒരേ തരത്തിൽ നിന്നുകൊണ്ടാണ്. ഇവിടെ കെ മുരളീധരൻ പറഞ്ഞ എന്താണ്? MP-മാർ മത്സരിക്കരുത്. അപ്പോൾ KPCC പ്രസിഡന്റ് അതിനെ അപ്പോൾ തന്നെ വീറ്റോ ചെയ്യുന്നു. UDF കൺവീനർ MP കൂടിയായ അടൂർ. ഇതെങ്ങനെയാണ്? വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതൊരു ഇഷ്യൂ പോലും അല്ലാത്ത സമയത്ത് എടുത്തിടുന്നതിൻ്റെ പിന്നിലെ താല്പര്യം എന്താണ്? അതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ ഒരു സവിശേഷത. സ്വാഭാവികമല്ലേ അത് ചർച്ചയാവുക എന്നുള്ളത്. ശരത്തെ നമുക്ക് നീ നേതാക്കളോട് പത്രസമ്മേളനത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന വെച്ചുകൊണ്ട് അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ചോദിച്ചിരുന്ന ഒരു പ്രയോജനവും. ഞാൻ ഉള്ള നല്ല രാഷ്ട്രീയം പറയട്ടെ. അതായത് ഞാൻ നേരത്തെ ഈ കാര്യത്തിൽ ഇപ്പം ചേലക്കര എന്തുകൊണ്ടാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്? കാരണം അവിടെ രാധാകൃഷ്ണനെ മത്സരിപ്പിക്കാൻ ആലത്തൂർക്ക് പറഞ്ഞയച്ചു. അതുകൊണ്ട് LDF-നുണ്ടായ നേട്ടം എന്താണ്, കോട്ടം എന്താണ്? നേട്ടം അവർക്ക് സീറ്റ് നിലനിർത്താൻ പറ്റി. കോട്ടം എന്താണ്? 39,000-ൽ നിന്നും 27,000 12,000-ലേക്ക് കുറഞ്ഞു. 27,000 വോട്ട് പോയി. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ രാധാകൃഷ്ണനെ മാറ്റി എന്നുള്ള ചോദ്യം വന്നാൽ അതിന്റെ പാർട്ടിക്ക് വല്ല ഉത്തരവുണ്ടോ? കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ നേതാക്കളുടെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അവർക്കിടയിലെ ഭിന്നതയുടെ പ്രകടനമാണോ? ഇതല്ലേ ചോദ്യം. അത് ഞാൻ കോൺഗ്രസ് രാഷ്ട്രീയം പറയുമ്പോൾ അതിനോട് ചേർന്ന് എല്ലാ രാഷ്ട്രീയം സംസാരിക്കേണ്ടത്. കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ടല്ലോ. ഏകപക്ഷീയമായ പ്രതിപക്ഷ രാഷ്ട്രീയം മാത്രമല്ലല്ലോ. UDF ഉണ്ട്, LDF ഉണ്ട്, NDA ഉണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. അതാണല്ലോ രാഷ്ട്രീയ ചർച്ച എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യത്തെ എന്ത് പെട്ടെന്നാണ് ഈ ചാനലിൽ തന്നെ വളച്ചൊടിച്ചത്. ഞാൻ പറഞ്ഞ എന്താണ്? ക്യാപ്റ്റൻ എന്ന പദം കേരളത്തിൽ കൊണ്ടുവന്നത് CPM ആണ്. ആ പദം ഏറ്റുപിടിച്ചത് മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾ ഓരോ കാലത്തും ഓരോരുത്തർക്ക് ചാർത്തി കൊടുക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് അത് കോൺഗ്രസ് ഏറ്റെടുത്തു എന്നല്ല പറഞ്ഞത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മളുടെ ഈ അരൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞെന്താണ്? ഈ ആധുനിക വർത്തമാനകാല രാഷ്ട്രീയത്തിലെ PR ടീമിനെ കുറിച്ചാണ്. ഈ PR ടീമിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും നമ്മൾ ചർച്ചയിൽ ഉൾപ്പെടുത്തേണ്ടി വരും. ഇനിയിപ്പോൾ ശരത്ത് ചോദിച്ച ചോദ്യങ്ങളിലൊക്കെ ഇങ്ങനെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കോൺഗ്രസ് പറഞ്ഞുകൊണ്ട് എന്താ കുഴപ്പമുള്ളത്? ഒരാൾ പറയണം MP ആയിട്ടുള്ള ആളെ മത്സരിപ്പിക്കണം. ശരി, അപ്പോൾ KPCC പ്രസിഡന്റിനോട് ചോദിക്കുന്നു,
അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ KPC പ്രസിഡന്റ് ആ ഒരു അഭിപ്രായം പറയുന്നു. പക്ഷേ തീരുമാനം എടുക്കുക ഒരു സമിതിയാണ്, രാഷ്ട്രീയകാര്യ സമിതിയാണ്. ഇത് ഇന്ന് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു. ഇത് നേരെ മറിച്ച് ഇത് CPM-ലേക്ക് ഇല്ലാതായിരിക്കുന്നു. അത് നമ്മൾ കാണണം. ഇതൊക്കെയാണ് കാര്യങ്ങൾ. നമ്മളെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് പഴയ പോലെ അല്ല. കാരണം ഈ സോഷ്യൽ മീഡിയയുടെ രംഗം വന്നപ്പോഴേ നേതാക്കൾക്കിടയിലെ ഭിന്നത പെട്ടെന്ന് തന്നെ പല രൂപത്തിലും പുറത്തു വരും. അതുകൊണ്ടാണ് ജി സുധാകരനെ കുറിച്ച് പറഞ്ഞത്. ലാൽകുമാർ, അദ്ദേഹം അവസാനിപ്പിച്ചെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഒന്ന് ചുരുക്കി നോക്കൂ, അദ്ദേഹം പറഞ്ഞതിനകത്തൊരു ഫണ്ടമെൻ്റൽ തെറ്റുണ്ട്, ഫണ്ടമെൻ്റൽ ഫ്ലോ ഉണ്ട്. എന്താണെന്നറിയോ? എന്താ ഞാൻ പെട്ടെന്ന് പറയാം. ഈ പഴയ കാലത്തെ പോലെ അല്ല PR നടക്കുന്നത്. CPM-ൻ്റെ PR-അനുസരിച്ച് ക്യാപ്റ്റൻ എന്ന് CPM-ൻ്റെ പിണറായി വിജയനെ വിളിക്കാൻ CPM തീരുമാനിക്കുന്നു. ഐ അക്സെപ്റ്റ് ദാറ്റ് പോയിന്റ്, ബി ദാറ്റ് ആസ് ഇറ്റ് മേ. ഈ VD സതീശനെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നത് PR വർക്കാണെങ്കിൽ ആ PR വർക്ക് നടത്തേണ്ടത് കോൺഗ്രസ് അല്ലേ, മാധ്യമങ്ങളാണോ? ഈ പറഞ്ഞ PR, അതാണ് അവിടുത്തെ പ്രശ്നം. PR വർക്ക് നടത്തേണ്ടത് ആരാ? എനിക്ക് വേണ്ടിയിട്ടുള്ള PR നടത്തേണ്ടത്, പിണറായി വിജയന് വേണ്ടിയിട്ടുള്ള PR വർക്ക് നടത്തേണ്ടത് മാധ്യമങ്ങളാണോ? VD സതീശന് വേണ്ടിയിട്ടുള്ള PR വർക്ക് നടത്തേണ്ട മാധ്യമങ്ങളാണോ? അല്ലല്ലോ. ആ PR വർക്ക് നടത്തേണ്ടത് കോൺഗ്രസ് ആണ്. അപ്പൊ കോൺഗ്രസിനകത്ത് കോൺഗ്രസ് CPM-നകത്താണെങ്കിൽ ഏകീകരിച്ച് ക്യാപ്റ്റൻ എന്നുള്ള ഒരു പൊസിഷനിലേക്ക് വന്നെങ്കിൽ കോൺഗ്രസിനകത്ത് സതീശൻ തന്നെ വിളിക്കാൻ മാധ്യമങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു എന്നേ പറയുന്നുള്ളൂ. അത് PR വർക്ക് ആണെങ്കിൽ എങ്ങനെ എവിടെ തുടങ്ങുന്നു എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. ഇപ്പൊ VD സതീശനെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ട് മാധ്യമങ്ങൾക്ക് എന്ത് PR കിട്ടുന്നത്? എന്ത് ബെനിഫിറ്റ് അതിനകത്ത് കിട്ടുന്നത്? അതിന്റെ ബൂസ്റ്റ് കിട്ടുന്നത് VD സതീശനല്ലേ? ആ VD സതീശൻ ബൂസ്റ്റ് കിട്ടാനായിട്ട് മാധ്യമങ്ങൾക്ക് എന്താ ഇത്ര താല്പര്യം? ആ താല്പര്യമാണ് ഇവിടുത്തെ പ്രശ്നം. ഇത്രേ ഉള്ളൂ. കറക്റ്റാണ്. ശ്രീമാറിയേട്ടൻ പറഞ്ഞെടുത്ത തന്നെ ആ പോയിന്റ്. മാധ്യമങ്ങൾക്ക് ഒരു സുപ്രഭാതത്തിൽ തോന്നുകയാണ് VD സതീശനെ നാളെ തൊട്ട് ക്യാപ്റ്റൻ എന്ന് വിളിക്കണമെന്ന്. അത് ഈ പറയുന്ന ഋഷി വര്യന്മാർക്ക് കിട്ടിയ പോലെ ഒരു ഉത്ബോധം കിട്ടി ആ നാളെ തൊട്ടൊന്ന് വിളിച്ചേക്കാന്ന് വിചാരിച്ചതല്ലാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ പിണറായി വിജയനെ വിളിക്കാൻ നേരത്ത് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട് ഇദ്ദേഹത്തെ നമ്മൾ വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യത്തിനെതിരോ അല്ലയോ എന്നുള്ളത് വേറൊരു ചർച്ചാ വിഷയമാണ്. ഈ പറയുന്നത് എവിടെ തുടങ്ങുന്നു എന്നുള്ളതാണ് ചോദ്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ കുറെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ കുറെ നാളായി VD സതീശൻ പറഞ്ഞിട്ടാണ് ഇത് വിളിക്കുന്നത്. കോൺഗ്രസ് പറഞ്ഞിട്ടല്ല പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീകുമാറിന് അതിലൊരു വിയോജിപ്പുണ്ടെന്ന് തോന്നുന്നു. വളരെ ചുരുക്കത്തിൽ റെസ്പോൺസ് ഉണ്ടെങ്കിലാകാം ശ്രീകുമാർ ഇടവേളയിലേക്ക് പോകും മുമ്പ്. അല്ല ഒറ്റ കാര്യമേ ഉള്ളൂ. അതായത് VD സതീശനെ ക്യാപ്റ്റൻ എന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ മാതൃഭൂമിയെ വിളിച്ച് ചോദിക്കേ ക്യാപ്റ്റൻ എന്ന് എന്തിനാ എഴുതിയെന്ന് ചോദിക്കേ. അതിപ്പോൾ നമ്മളെന്ത് ചെയ്യാനാ? മാതൃഭൂമി പത്രം എഴുതി ക്യാപ്റ്റൻ സതീശൻ, അവരെ വിളിച്ച് ചോദിക്കുക നിങ്ങൾ ചെയ്ത തെറ്റാണ്. ക്യാപ്റ്റൻ പദവി ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടാണ്. പിണറായി വിജയനെ മാത്രം ക്യാപ്റ്റൻ, പിണറായി വിജയനെ ക്യാപ്റ്റൻ അങ്ങനെ എഴുതിപ്പിക്കുന്നതാണ്. മാതൃഭൂമിയെ കൊണ്ട് അങ്ങനെ എഴുതിപ്പിക്കുന്നതാണ് ലാല് പറഞ്ഞത്. മാധ്യമങ്ങളെ കൊണ്ട് അങ്ങനെ എഴുതിപ്പിക്കുന്നു. മാധ്യമങ്ങളെ കൊണ്ട് അങ്ങനെ എഴുതിപ്പിക്കുന്നു എന്നാണ് ആൾക്കാർക്കെല്ലാം മനസ്സിലായി. നല്ല കണ്ടുപിടുത്തമുണ്ട്. മലയാള മനോരമയല്ല മാതൃഭൂമിയാണെന്ന്. ലാലിന് വീണ്ടും ഒരു പന്ത് കാലിലേക്ക് വന്നിട്ടുണ്ട്. മലയാള മനോരമയല്ല മാതൃഭൂമിയാണ്. അതിലൊരു വ്യത്യാസം ഉണ്ടെന്നാണ്. മനോരമ ആയിരുന്നെങ്കിൽ അദ്ദേഹം വിശ്വസിച്ചേനെ. മലയാള മാതൃഭൂമി ആയതുകൊണ്ട് വേഗം പറഞ്ഞിട്ട് നോക്കൂ ശരത്തെ, ഇതിനകത്ത് അതായത് ഒരു മിനിറ്റ് പറയട്ടെ. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. അതായത് നിങ്ങൾ ഒരു മിനിറ്റ്, കൈരളി മലയാള മനോരമയെ പറയുന്നത് UDF പത്രം എന്നാ, CPM എഴുതുന്നത് UDF പത്രം എന്നാ. മാതൃഭൂമി UDF പത്രം നിങ്ങൾ എഴുതിയിട്ടില്ല. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ കേക്ക് ഒരു മിനിറ്റ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ മാതൃഭൂമിയാണ് ക്യാപ്റ്റൻ എഴുതിയത്. നിങ്ങൾ മാതൃഭൂമിയോട് ചോദിക്കുക, നിങ്ങൾ എന്തിനാ VD സതീശന്റെ നിങ്ങൾ ക്യാപ്റ്റൻ എന്ന് വിളിച്ചു പറഞ്ഞാൽ ഇത്രയും സമയം എടുക്കാതെ ഒരു മറുപടി. എനിക്ക് ഇടവേളയിലേക്ക് പോകണം. വേഗം മറുപടിയൊന്നുമില്ല. ശ്രീകുമാറിയേട്ടൻ പറഞ്ഞതും ഞാൻ പറഞ്ഞതും ഒന്ന് തന്നെയാണ്. എനിക്കതിനകത്ത് തർക്കമില്ല. ശ്രീകുമാറിയേട്ടൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ഒന്ന് തന്നെയാണ്. ഞാനത് പൂർണ്ണമായി ഞാൻ പറഞ്ഞത് അംഗീകരിച്ചു. മാതൃഭൂമി എന്തിനെഴുതിയാന്നുള്ളതാണല്ലോ പ്രശ്നം. അതിനുള്ള കാരണം ഞാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.
ശരി, ഏതായാലും ഈ മാധ്യമങ്ങളെയും പ്രതിപക്ഷ നേതാവിനെയും അദ്ദേഹത്തിൻ്റെ എന്താ പറയുക മറ്റ് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളെയൊക്കെ അറിയുന്ന ആളുകൾക്ക് എൻ ശ്രീകുമാർ പറഞ്ഞത് വളരെ കൗതുകകരമായി തോന്നാനും കൂടി സാധ്യതയുണ്ട് എന്ന് മാത്രം ഞാൻ പറയുന്നു. ഞാൻ അതിനപ്പുറത്തേക്ക് അതേക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ അത് വലിയ ചർച്ചയുമാണ് പൊതു മാധ്യമരംഗത്താകെയും. ശ്രീ ജേക്കബ് ജോർജിനോടാണ് നേരത്തെ കെ മുരളീധരൻ, അടൂർ പ്രകാശ്, അതുപോലെ സണ്ണി ജോസഫ് ഒക്കെ സംസാരിച്ചത് കണ്ടു. അതുപോലെ അൻവറിനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ വി ഡി സതീശൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അടച്ച വാതിൽ ഒന്നുകൂടി കുറ്റിയിട്ടുറപ്പിച്ചിട്ടുണ്ട് ആ ചാനൽ ഇൻ്റർവ്യൂവിൽ. അതേസമയം അപ്പുറത്ത് ആ അൻവറെ ഉള്ളിലേക്കെടുക്കാൻ യു ഡി എഫിൻ്റെ ഭാഗമാക്കാൻ, ടീം യു ഡി എഫിൻ്റെ ഭാഗമാക്കാൻ കൊതിക്കുന്ന നേതാക്കൾ അപ്പുറത്തുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ടീം യു ഡി എഫും ടീം കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പരസ്യമായ ഭിന്നതയുടെ, വ്യത്യസ്ത അഭിപ്രായങ്ങളുടെ ഒക്കെ ഒരു തലം. അതേക്കുറിച്ച് താങ്കളുടെ ഒരു കമൻറ്റ് കൂടി എടുക്കാം, നമുക്ക് സമയം. ഞാൻ ഒരു കാര്യമേ പറയുന്നുള്ളൂ ശരത്തെ, അതായത് ഇപ്പം വി ഡി സതീശൻ എൻ്റെ നേട്ടങ്ങളെല്ലാം കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു പത്രക്കാരനെ വിളിച്ചിട്ട്, ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകനെ വിളിച്ചിട്ട് ക്യാപ്റ്റൻ എന്നൊന്നും കൊടുക്കണേ എന്നൊന്നും പറയില്ല. കേരളത്തിലെ ഒരു നേതാവ് അങ്ങനെ പറയുകയില്ല. പിന്നെ ഏതെങ്കിലും പത്രക്കാരൻ അങ്ങനെ എഴുതുമോ? മാതൃഭൂമിക്കാരെങ്കിലും എനിക്ക് എഴുതും തോന്നുന്നില്ല. അല്ല, ഇന്ന് അങ്ങനെ ധരിപ്പിച്ചതും ഒരു ധ്വനി കൊണ്ടുവന്നതും രമേശ് ചെന്നിത്തലയാണ്. അതെ, അങ്ങനെ എഴുതുമെന്ന് തോന്നുന്നില്ല. കാരണം രമേശ് ചെന്നിത്തല പണ്ട് ചെറുപ്പത്തിൽ 27ാമത്തെ വയസ്സിലാ മറ്റേ മന്ത്രിയായപ്പോൾ ഞാൻ മാതൃഭൂമി ലേഖകനായിട്ട് ഫോട്ടോഗ്രാഫറെയും കൂട്ടിക്കൊണ്ട് രമേശിൻ്റെ വീട്ടിൽ പോയി ഭാര്യ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടുന്ന ഒരു പടമെടുത്താണ് മാതൃഭൂമിയിൽ 1ാം പേജിൽ ഇട്ടത്. സത്യത്തിൽ ഒറ്റ പോയിന്റേ ഉള്ളൂ ശ്രീ ജേക്കബ് ജോർജ്. രമേശ് ചെന്നിത്തല ഇന്ന് ഈ പരാമർശം നടത്തിയതിലൂടെ വി ഡി സതീശനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയോ? തീർച്ചയായിട്ടും അത് വേണ്ടായിരുന്നു, അത് ഒഴിവാക്കാമായിരുന്നു. കാരണം കോൺഗ്രസ് നിർണായകമായ ഒരു പരീക്ഷണത്തിലേക്ക് കടക്കുമ്പോൾ ഈ വർഷം പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസിന്, യു ഡി എഫിന്. യെസ്, എൻ ശ്രീകുമാർ, ഒരു ഭരണ തുടർച്ച വരും എന്ന് ഭരണപക്ഷം കണക്കാക്കുമ്പോൾ കോൺഗ്രസിന് പ്രധാനം തന്നെയാണ്. ശ്രീകുമാർ, ഒറ്റ വാക്യത്തിൽ സമയം തീരുന്നുകൊണ്ടാണ്. ലാലിനും അത്ര തന്നെ. അതായത് ക്യാപ്റ്റൻ എന്ന് എഴുതിയത്, ക്യാപ്റ്റൻ എന്ന് സതീശനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് സതീശൻ PR വർക്കിൻ്റെ ഭാഗമായി ചെയ്തതല്ല എന്ന് ഇടത് നിരീക്ഷകനായ ജേക്കബ് ജോർജ് പറഞ്ഞത് വളരെ ശരിയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് മാധ്യമപ്രവർത്തകൻ എന്നാ ശരത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതെ, അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ ഒന്നിച്ച് നടത്തിയ കേട്ടോ പത്രപ്രവർത്തനം. ചിരിയിൽ ഒതുക്കിയ ശ്രീകുമാർ. ആയിക്കോട്ടെ, മാധ്യമപ്രവർത്തകൻ ആയിക്കോട്ടെ, അങ്ങനെ പറ. ലാൽ, രമേശ് ചെന്നിത്തല വി ഡി സതീശനെ ഇന്ന് സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയോ? അല്ല, സംശയം എന്താ? നമ്മൾ ഈ പറഞ്ഞ പോലെ ആര് സ്റ്റേജ് ചെയ്തിട്ടാണ് ഈ എൻറ്റയർ എപ്പിസോഡ് നടക്കുന്നത്? രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞിട്ട് ചെയ്യുന്നതല്ലേ, അല്ലാതെ ആരിലും പറയാതെ ചെയ്യുമോ? രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് വാർത്തയിൽ നിൽക്കണം നിർബന്ധം ഉണ്ടായിരുന്നു, ഒരു സംശയം. റൈറ്റ്. 3 പേർക്ക് വളരെയധികം 3 പേർക്ക് ഞങ്ങൾക്കൊപ്പം സഹകരിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ ചർച്ചയ്ക്കിടയിൽ ഈ വിഷയത്തിലേക്കല്ലാതെ കടന്നു വന്ന ഒന്നുകൂടിയുണ്ട്. ഞാൻ അതിൻ്റെ ചില കണ്ടൻറ്റും വിവരങ്ങളും ഒന്നും നോക്കുകയായിരുന്നു. അതായത് ഈ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിനെ കുറിച്ച് എനിക്കൊന്ന് ശ്രീ എൻ ശ്രീകുമാറാണ് അത് പറഞ്ഞത്. അവർക്ക് പണം നൽകിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വന്ന വാർത്തകൾ, നമ്മളടക്കം കൊടുത്തിട്ടുള്ള വാർത്തകളുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോൾ കണ്ട ഒരു വസ്തുതാപരം, ഫാക്ട് ചെക്കിൻ്റെ കാലമായതുകൊണ്ടൊന്ന് പറഞ്ഞു പോകുന്നു. കഴിഞ്ഞ ബജറ്റിൽ സംസ്ഥാനത്തെ എല്ലാ കരാർ ജീവനക്കാർക്കും 5% വേതനം വർദ്ധിപ്പിക്കാൻ ബജറ്റിൽ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിനും ആ നിലയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതല്ലാതെ അവർക്ക് മാത്രമായി കൂട്ടിയിട്ടില്ല. ഞാൻ ആ വാർത്തകളൊന്ന് വെരിഫൈ ചെയ്തതാണ്. അവർ കരാർ ജീവനക്കാരാണ്. പബ്ലിക് റിലേഷൻസ് വകുപ്പിലാണ് അവർക്ക് നിയമനം. പെൻഷനോ സ്ഥിര നിയമനത്തിനോ അർഹരല്ല. ഇത് അവർക്കുള്ള നോട്ടിഫിക്കേഷനിൽ തന്നെയുണ്ട്. അവർ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉള്ളവരെ പോലുമല്ല. അതാണ് ഫാക്ട് ചെക്കിൽ വസ്തുതയോടെ പറയേണ്ട ഒരു കാര്യം. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയ്ക്ക് സോഷ്യൽ മീഡിയ പ്രചാരണത്തിനും മറ്റുമായി പ്രതിമാസം ചെലവഴിക്കുന്നത് 54 ലക്ഷം രൂപയാണ്. കേരളവും അവിടവും തമ്മിൽ ചെലവഴിക്കുന്ന തുകയ്ക്ക് തമ്മിൽ ഒരു താരതമ്യത്തിന് സാധ്യമില്ലാത്ത വിധം വലിയ അന്തരമാണ്. മാത്രവുമല്ല, അതൊരു സ്വകാര്യ ഏജൻസി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇവിടെയാകട്ടെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് ഇത് ചെയ്യുന്നത്. അതിന് കീഴിലുള്ള കരാർ ജീവനക്കാരാണ് അത് ചെയ്യുന്നത്. അവർക്ക് പ്രത്യേക പെൻഷനോ സ്ഥിര നിയമനത്തിനോ ഒന്നും അർഹരല്ല. സംസ്ഥാനത്താകെയുള്ള കരാർ ജീവനക്കാർക്ക് 5% വേതന വർധനവ് എന്ന് കഴിഞ്ഞ ബജറ്റിൽ നടത്തിയ വർധനവിൻ്റെ ഒരു ആനുകൂല്യം മാത്രമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് എന്നൊരു ഫാക്ട് ചെക്ക് യഥാർത്ഥത്തിൽ വേണ്ടതുണ്ട് എന്നതുകൊണ്ട് അവതരിപ്പിച്ചു എന്ന് മാത്രം. അതൊരു ഈ ചർച്ചയുടെ ഒരു ഭാഗമല്ല. പക്ഷേ കേൾക്കുന്ന പ്രേക്ഷകർക്ക് അതേ സംബന്ധിച്ചൊരു തെറ്റായ ധാരണ ഉണ്ടാകാതിരിക്കാൻ ഞാൻ അതിൻ്റെ ചില വിശദാംശങ്ങൾ പങ്കുവച്ചു എന്ന് മാത്രം.